പോകുന്ന സമയമാണിത്. സന്യാസത്തിലേക്കും അതുപോലെ തന്നെ വൈദിക വൃത്തിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്ന സമയമാണ്. ആരെങ്കിലും അങ്ങനെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവനെ എതിര് നിൽക്കരുത്. എൻ്റെ മകനെ നീയല്ലേ ഉള്ളൂ, ഒന്നൊരു മകനാണല്ല, അവനെ കുനൊന്നും പറയരുത്. കാര്യം അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് അവന് ദൈവം കൊടുത്ത ചിന്തയാണ്. അതുകൊണ്ട് തന്നെ ആ ചിന്ത അല്ല, അവൻ നിലനിൽക്കാൻ വേണ്ടിയാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളുടെ കാര്യത്തെ ദൈവം അതിന് വേറെ സംവിധാനം ചെയ്യും. അതുപോലെ തന്നെ കൃപാസനത്തിലെ സന്യസ്തരുടെ അതുപോലെ തന്നെ ഒരു പരിശുദ്ധ സംഘം രൂപീകരിക്കാൻ ബിഷപ്പ് പിതാവ് രൂപതാമെത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കൃപാസനത്തിൻ്റെ ശുശ്രൂഷകൾ, ഇപ്പോൾ ജോമളെ പോലെയൊക്കെ ശുശ്രൂഷകൾ, അപ്പോൾ അതുപോലെ ആരെങ്കിലും ഈ ശുശ്രൂഷയിലേക്ക് ഇവിടെ സിസ്റ്ററായിട്ട് ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ സിസ്റ്റേഴ്സിനെയും പോലെ ഉള്ള സഭയുടെ അംഗീകാരം നൽകിക്കൊണ്ട് അതിനെ ഒരു പ്രേക്ഷിത സമൂഹമായിട്ടും സന്യസ്ത സംഘമായിട്ടും രൂപീകരിക്കാനുള്ള തീരുമാനം പിതാവിൻ്റെ കയ്യിലുണ്ട്. അപ്പം അങ്ങനെ ആരെങ്കിലും ചേരാൻ കൃപാസന മാതാവിനോട് മാതാവിൻ്റെ സുവിശേഷ വേല അവൻ പറയണ പോലെ ചെയ്യിക്കുകയും ചെയ്തുകൊണ്ട് ലോകത്തിന് ഉടമ്പടിയുടെ വക്താക്കളായി മാറാൻ വേണ്ടി ആ ദൈവിക പദ്ധതി തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, അപ്പോൾ വൈദിക വൃത്തിക്ക് ആഗ്രഹിക്കുന്നവരായാലും ശരി, അവർ അതിനേക്കാളുപരി സിസ്റ്റേഴ്സായിട്ട് ഇവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായാലും ശരി, അവർ ചേർന്ന് പഠിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സ്വാഗതമുണ്ട്. അവരെ വിളിക്കേണ്ട നമ്പര് വാട്സപ്പ് നമ്പറാണ് 82 81 29 75 11. രണ്ടാമത്തെ അറിയിപ്പ്, കൃപാസനം മെയ് മാസം വണക്കം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതി കൊടുത്തിട്ട് വണക്കത്തിൻ്റെ രസീത് വാങ്ങിക്കാവുന്നതാണ്. കൗണ്ടറിൽ വണക്കത്തിൻ്റെ രസീത് ലഭ്യമാണ്. മൂന്നാമത്തെ അറിയിപ്പ്, അവർക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. അത് കൃപാസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ച വസ്തുക്കളാണ്. അതായത് ഉടമ്പടിയെ വിശ്വാസ പ്രയോഗത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണത് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അത് കൃപാസനത്തിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടത്തുള്ളൂ. കൃപാസനത്തിൻ്റെ വ്യഞ്ചരിച്ചതാണെന്നുള്ള വ്യാജേന ചില കച്ചവടക്കാർ പുറത്ത് ചില തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമ്മളെക്കുറിച്ച് ജാഗ്രത ഉണ്ടാകണം. അങ്ങനെ ഒരു സംഭവം കൃപാസനത്തിൻ്റെ അല്ല. നേർച്ച വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അത് പല വിഷയങ്ങളിൽ പലകുറി ഉപവസിച്ചും പ്രാർത്ഥിച്ചും കുർബാന അർപ്പിച്ചുമാണ് വ്യഞ്ചരിക്കുന്നത്. അത് കൃപാസനത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. അത് അങ്ങനെ ആവശ്യമുള്ളവർ കൃപാസനത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത്. കൃപാസനം പത്രം 22 ഭാഷകൾ ലഭ്യമാണ്. ചൈനീസ് ഭാഷയിലാണ് അവസാനത്തെ പത്രം ഇറങ്ങിയിരിക്കുന്നത്. അവിടെ പ്രേക്ഷിത വേല ചൈനയിൽ പ്രേക്ഷിത വേല ചെയ്യുന്ന കൃപാസനം പ്രേക്ഷിതരുണ്ട്. അവരാണ് കൃപാസന പത്രം ചൈനീസ് ഭാഷയിൽ ഇറക്കിയിരിക്കുന്നത്. നമ്മളാണ് ഇവിടെ നിന്ന് മോണിറ്റർ ചെയ്യണത്. അങ്ങനെ ഏതെങ്കിലും രാജ്യത്ത് ഇനിയും ആ ഭാഷയിൽ കൃപാസന പത്രം ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് ആ മിഷൻ ഏറ്റെടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ കൃപാസനത്തിൽ സിസ്റ്റർമാരായിട്ട് വന്നിട്ട് 1 കൊല്ലം ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, 2 കൊല്ലം ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, 3 കൊല്ലം ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ സിസ്റ്റർമാർക്ക് ആർക്കെങ്കിലും ഈ ധ്യാനം കൂടുന്നവരെ ആർക്കെങ്കിലും കൃപാസനത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്യണം, 1 കൊല്ലം പ്രാർത്ഥനയായിട്ട് ജീവിക്കണം, സെബാസ്റ്റ്യൻ മാതാവിൻ്റെ ശുശ്രൂഷ ഏർപ്പെട്ട് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവർ സ്വാഭാവികമായിട്ടും മാനേജറിൻ്റെ നമ്പറിൽ വിളിക്കേണ്ടതാണ്. അല്ലെങ്കിൽ 9447285400 നമ്പറിൽ വിളിക്കേണ്ടതാണ്. സിസ്റ്റർമാർക്ക് ഇവിടെ താമസിക്കാൻ പ്രത്യേകമായിട്ട് ഓരോരുത്തർക്കും മുറികളുണ്ട്. അവർ അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ചാപ്പലുണ്ട്. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള കോൺവെൻറ്റ് സെറ്റപ്പുകൾ ഇവിടെ സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ സന്യസ്ത ജീവിതം ഇവിടെ തുടർന്നുകൊണ്ട് പോകാം. വരുന്ന സിസ്റ്റേഴ്സ് കൃത്യമായിട്ടും ഇവിടുത്തെ ജോലി മാത്രം ചെയ്യാൻ ഉദ്ദേശിച്ച് വേണം വരാം. അങ്ങനെയുള്ളവർ മാത്രം വന്നാൽ മതിയാവും. അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. അഖണ്ഡ ജപമാല ഇവിടെ നിന്ന് നൽകുന്നതായിരിക്കും. അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ എല്ലാ മേഖലകളിലുമാണ് നമുക്ക് വേണ്ടി കൃപാസനത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നത്. അവരുടെ പ്രാർത്ഥന ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അഖണ്ഡമാല ഗ്രൂപ്പുകൾ സ്ഥാപിക്കുന്നവർ 9447285400 വിളിക്കുക. പെസക വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, ദുഃഖ ശനിയാഴ്ച, ഈസ്റ്റർ ഞായറാഴ്ച, ഈ 4 ദിവസവും കൃപാസനത്തിൽ യാതൊരുവിധ ഉടമ്പടി ശുശ്രൂഷകളും ഉണ്ടായിരിക്കുന്നതല്ല. അതൊരിക്കൽ കൂടി പറഞ്ഞിട്ടുണ്ട്. പെസക വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, ദുഃഖ ശനിയാഴ്ച, ഈസ്റ്റർ ഞായറാഴ്ച, ഈ ദിവസങ്ങളിൽ കൃപാസനത്തിൽ യാതൊരുവിധ ഉടമ്പടി ശുശ്രൂഷകളും അതിനോട് ബന്ധപ്പെട്ട ശുശ്രൂഷകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പള്ളികളിൽ പോകേണ്ടതും
ആ പള്ളികളിൽ നിന്ന് നിങ്ങളുടെ പെസഹാ ആരം ആചരിക്കുകയും വിശുദ്ധി പ്രാപിക്കുകയും ചെയ്യാനുള്ള സമയമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. തീർത്ഥാടനങ്ങളൊക്കെ പോകാം, പക്ഷേ അരൂപി നഷ്ടപ്പെടുത്തരുത്. ചില ആൾക്കാരെ ഉടമ്പടി സ്കൾക്ക് ചെയ്തുകൊണ്ട്, ഇടവക പള്ളി സ്കൾക്ക് ചെയ്തുകൊണ്ട് ലോകത്തുള്ള ലോക തീർത്ഥാടനത്തിന് ഇറങ്ങും. അത് ഒരു തെറ്റായ അരൂപിയാണ്. അവിടെ ഉദ്ദേശം ദൈവമല്ല. അപ്പം അതുകൊണ്ട് എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എവിടെയും പോകാം, പക്ഷേ ഇടവകയിലുള്ള ശുശ്രൂഷകൾ കഴിഞ്ഞിട്ട് വേണം പോകാൻ. കാര്യം നമ്മൾ ജ്ഞാനസ്ഥാനപ്പെട്ടത് നമ്മൾ ആധ്യാത്മികം വളർത്തുന്നത് ഇടവകയാണ്. അത് ഓർത്തിട്ട് വേണം മറ്റുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങളത് അലംഭാവവും അച്ചടക്കമില്ലാത്തവരാണ്. ഇടവക ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള കാര്യം, ചിലർക്ക് മലയാറ്റൂരൊക്കെ പോകും, പക്ഷേ നല്ല ചൈതന്യത്തോടു കൂടി, ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എന്താ ചൈതന്യത്തോടു കൂടി ഉപവസിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ പോകുന്ന ആൾക്കാർ, ചില ആൾക്കാർ ഇടവകമായിട്ട് ബന്ധമില്ലാത്തവരുണ്ട്. അപ്പോൾ അത് ഫേക്കാണ്. അത് തന്നെയാണ് മറ്റ് തീർത്ഥാടനങ്ങൾ, വിശുദ്ധ വാരത്തിൽ മറ്റ് തീർത്ഥാടനങ്ങൾ ഇടവക വിട്ടിട്ട് ഒരു തീർത്ഥാടനം പോകുമ്പോൾ അതിനകത്ത് എന്തോ ഒരു കളിപ്പിക്കലുണ്ട്. വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ദൈവത്തിന് നിരക്കാത്ത എന്തോ മാനസികാവസ്ഥ ഉണ്ട്. അതുകൊണ്ട് എല്ലാ തീർത്ഥാടന പള്ളികളിലും പോവുക. ഈ ദിവസങ്ങളെല്ലാം പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ്. പക്ഷേ ഇടവകയിലെ ഷെഡ്യൂൾഡ് പ്രോഗ്രാം മുടക്കരുത്. കാര്യം നമ്മൾ പൊക്കിൾക്കോട് പോലെ ദൈവം നമ്മളെ അടുപ്പിച്ചിരിക്കുന്നത് ഇടവകയുമായിട്ടാണെന്ന് ഓർത്തേക്കണം. താങ്ക് യു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവിൻ്റെ പരിശുദ്ധ ഉടമ്പടി നമ്മൾ മരിയൻ ഉടമ്പടി എന്ന് പറയുന്ന ഈ ദൈവിക സ്വർഗീയ പദ്ധതി, അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മറിയത്തിൻ്റെ ദൈവാനുഭവങ്ങൾ, അഥവാ മറിയത്തിൻ്റെ ക്രിസ്തു അനുഭവങ്ങൾ മരിയൻ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്, അതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അനുദിന ജീവിത അവസ്ഥകളിൽ ദൈവത്തെ അനുഭവിക്കാനുള്ള പരിശ്രമമാണ് ഒരർത്ഥത്തിൽ മരിയൻ്റെ ഉടമ്പടി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പരിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ സുവിശേഷ പ്രഭാഷണത്തിൻ്റെ ഇടയിലൂടെ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. പല കാര്യങ്ങളും കർത്താവ് നമുക്ക് കൈമാറുന്നത് ഒരു സമൂഹം മുമ്പിലുള്ളപ്പോഴാണ്. വ്യക്തിപരമായി ചില സമയങ്ങളിൽ എൻ്റെ മുറിയിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജപമാല സ്വകാര്യ പ്രാർത്ഥനയിലെല്ലാം കർത്താവ് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ചില ക്യാപിറ്റലായിട്ടുള്ള കണ്ടൻറ്റുകൾ അത് എപ്പോഴും ഒരു ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് കർത്താവ് സംസാരിക്കുന്നത്. അപ്പോഴേക്ക് മനസ്സിലായിട്ടുണ്ട് കർത്താവ് എന്നിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുവെന്ന്. നമ്മുടെ മരിയൻ ധ്യാനം കൂടുന്ന പല ആൾക്കാർക്കും ഈ ധ്യാനം ഒരു ദൈവാനുഭവമായി മാറുന്നതും പലരും അത് ലൈവായിട്ട് കൂടാനാണ് ആഗ്രഹിക്കുന്നത്. ചിലർ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ കൂടും, അങ്ങനെയല്ല. ചിലർ കച്ചകെട്ടി അതിന് ആ സമയം ഫ്രഷായിട്ട് തന്നെ ആ ഓൺലൈനിൽ തന്നെ കൂടും. ബാക്കി അവർ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പ്രാർത്ഥന ചെയ്താണ്, കർത്താവേ ആ 11:30 മണി ചൊവ്വാഴ്ച 11:30 മണി മുതൽ 1 മണി വരെ ആരും ഞങ്ങളുടെ വീട്ടിൽ വരല്ലേ എന്ന് ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ്. ആ ചൊവ്വാഴ്ച 11, ദാറ്റ് മീൻസ് അവർ ഏതാണ്ട് പരിശുദ്ധ കുർബാനയിലേക്ക് പങ്കെടുക്കുന്ന പോലെ മൊബൈൽ ടി വിയായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് കർത്താവ് ഇന്ന് എന്താണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് ദൈവത്തെ കേൾക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ധ്യാനം കൂട്ടുന്നത്.
ദൈവത്തെ കേൾക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ധ്യാനം കൂടുന്നതെങ്കിൽ കർത്താവ് അതിനെക്കുറിച്ച് നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. ഈ ഓരോരുത്തരുടെ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്, ക്രൈസ്റ്റിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതാണ് ഈശോ പറഞ്ഞത്, പ്രവാചകനായി സ്വീകരിക്കുന്നവന് അതിൻ്റെ ആനുപാതികമായിട്ടായിരിക്കും അനുഗ്രഹങ്ങൾ വരുന്നത്, അറിവ് വരുന്നത്. നീതിമാനെ ടേക്ക് ദ ബെഡ് ഗോഡ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 10:41. മത്തായിയുടെ സുവിശേഷം 10:41 പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന്, പറഞ്ഞ് പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു അതിന് ആനുപാതികമായിട്ടാണ് നമ്മുടെ അനുഭവങ്ങൾ വരുന്നത്. അപ്പോൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അറിവ് വേണം, അല്ലേ? നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അത് നമ്മുടെ അറിവിന് ആനുപാതികമോ പരിമിതമോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് അറിവുണ്ട് അതിന് ആനുപാതികമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉള്ളത്. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ചാലഞ്ച് എന്താ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുക, വികസിപ്പിക്കുക. അതെ, മനസ്സിലായില്ലേ? ഇറ്റ്സ് വെരി സിമ്പിൾ. എന്നുവെച്ചാൽ നമ്മുടെ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് എന്തറിവുണ്ട് അതിന് ആനുപാതികമായിട്ടായിരിക്കും നമുക്കുണ്ടാകുന്ന ദൈവ അനുഭവം. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്താ? ക്രിസ്തുവിൻ്റെ അതിനെക്കുറിച്ചുള്ള അറിവിൻ്റെ ചക്രവാളങ്ങളെ ഓരോ ദിവസവും വികസിപ്പിച്ചെടുക്കുക. അതാണ്, അതിനാണ് നമ്മൾ ഉടമ്പടി ധ്യാനം കൂടുന്നത്. എന്താ കാര്യം? നമ്മൾ ഉടമ്പടിയാണ് ദൈവാനുഭവത്തിൻ്റെ തോതായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പം പരിശുദ്ധ കുർബാന ദൈവാനുഭവത്തിൻ്റെ തോതായിട്ട് എടുക്കാൻ വേണ്ടി നോൺ ക്രിസ്ത്യൻസിന് പറ്റുമോ? പറ്റത്തില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബേസിക് നോളജ് എന്താണ്? ക്രൈസിസ് ഫോർ ഓൾ, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയുടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 2:30-31. ലൂക്ക 2:30-31. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ ക്രിസ്തു ആർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്? സകല മനുഷ്യർക്കും വേണ്ടിയാണ്. സഭയുടെ മുമ്പിൽ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണത്. സഭ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്തുകൊണ്ടാണ്? ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി ദൈവം വിഭാവനം ചെയ്ത സ്വർഗത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ആ പദ്ധതി പ്രയോഗത്തിൽ വരുത്താനുള്ള ബാധ്യതയ്ക്ക് ദൈവം സഭയെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ സഭയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ, അതുകൊണ്ടാണ് സഭ മിഷണറി ആകുന്നില്ലെങ്കിൽ അതിൻ്റെ 50% വർക്ക് മരവിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനെ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ രക്ഷകനായി അറിയിക്കണം. അതാണ് വിഷയം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസത്ത് പറഞ്ഞോ എന്നറിയത്തില്ല, ഒരു SJ ഫാദർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഗുജറാത്തിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിച്ച്, അച്ഛന് എന്നാ അവിടുത്തെ യഥാർത്ഥ പരിപാടി എന്ന് ചോദിച്ചു. പ്രശ്നം എന്താ ചോദിച്ചു. പറഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ്, എന്താണ് പഠിപ്പിക്കണത്? അങ്ങനെ ചുറ്റിക്കാരാണ് ഞാൻ ചോദിച്ചത്, ഞാൻ എന്താ പഠിപ്പിക്കണത്? കാര്യം മാത്സാണ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് കെട്ടിയെടുത്ത് അച്ഛനാകേണ്ട കാര്യമില്ലല്ലേ. സോഷ്യൽ സയൻസാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കെട്ടിയെടുത്ത് അച്ഛനാകേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ വീട്ടിൽ പോയിരുന്നാൽ പോലെ കല്യാണം കഴിച്ച് മര്യാദക്ക് അതിനേക്കാൾ നല്ലവണ്ണം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നാട്ടിലില്ലേ. അച്ഛന്മാരെക്കാൾ നല്ലവണ്ണം സോഷ്യൽ സയൻസും മാത്സും പഠിപ്പിക്കുന്ന അധ്യാപകർ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതാണ് ഞാൻ ചോദിച്ചത്, എന്താണ് പഠിപ്പിക്കുന്നത്? അപ്പോൾ പുള്ളിക്കാരൻ പാവപ്പെട്ടവന് ഉടനെ പറഞ്ഞത്, ഞാൻ നല്ല ഹിന്ദുസിനെ ഞാൻ നല്ല ഹിന്ദുസാക്കും, മുസ്ലിംസിനെ ഞാൻ നല്ല മുസ്ലിംസാക്കും, ക്രിസ്ത്യൻസിനെ ഞാൻ നല്ല ക്രിസ്ത്യൻസാക്കും. ഓക്കെ, ഞാൻ
അപ്പം ഞാൻ പറഞ്ഞ്, ഇതാണോ ദൈവവചനം വെളിപ്പെടുത്തുന്ന സുവിശേഷ വേല? അതാണ് വിഷയം. എന്താ കാര്യം? ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുന്നത് നല്ല മനുഷ്യരോ ഒരു പുതിയ വാല്യൂ സിസ്റ്റമോ ഇവിടെ കൊണ്ടുവരാനല്ല ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ഒരു പുതിയ മൂല്യം കൊണ്ടുവരാനുമല്ല. ക്രിസ്തു ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ മൂല്യങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ മൂല്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. മനുഷ്യരെ സ്നേഹിക്കാനും സന്ധിക്കാനും ശിബിയെ പോലെയുള്ള രാജാക്കന്മാരെ ആ പക്ഷിയെ കഴുകൻ്റെ മുമ്പിൽ നിന്ന് പ്രാവിനെ രക്ഷിച്ചത് സ്വന്തം തുടയിലെ ചോര അറുത്ത് കൊടുത്താണ്. അങ്ങനെയുള്ള ഒരു രാജ്യമാണിത്. ഇവിടെ ഒരു മൂല്യത്തിന് ഒരു പഞ്ഞവുമില്ല. പുതിയ മൂല്യം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. എന്തിനാ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്? തൻ്റെ ഏകജാതനെ നൽകട്ടെ. ബൈബിള് മൊത്തം A to Z, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാച്ചി കുറുക്കി കംപ്രൈസ് ചെയ്ത് ഈ ഒരൊറ്റ വാക്കി വെച്ചിരിക്കുകയാണ്. അത് ധ്യാനിക്കും തോറും നമുക്കിങ്ങനെ തീ കൊണ്ട് നമ്മളെ കത്തിക്കണ പോലെ നമുക്ക് കത്തിപ്പിടിക്കണ പോലെ തോന്നിക്കുകയാണ്. ധ്യാനിക്കും തോറും നമുക്ക് കത്തിപ്പിടിക്കും. എന്താ സംഭവിക്കണം? തൻ്റെ ഏകജാതനിൽ പറഞ്ഞേ, തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനായി. ഏകജാതൻ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. പിതാവിൻ്റെ ഏകജാതൻ എന്നുള്ള ഒരു ആശയം, ഒരു സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ സ്വർഗം മാനവരാശിയെ കാണുന്നത് നശിച്ചു പോയ കൂട്ടത്തിലാണ്. നിത്യത ഇല്ലാത്തയിടത്തോളം കാലം പിന്നെ ഉള്ളത് എന്താണ്? ഇവിടെയുള്ള മർത്യതയാണുള്ളത്. അത് കഴിയുമ്പോൾ പട്ടി, പാണൻ, കഴുത, പൂച്ച, മുയൽ ഒക്കെ ചത്ത് മലന്ന് മണ്ണോട് മണ്ണായതുപോലെ തീരും. ഇത് തീരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ്. എന്താണ്? തൻ്റെ ഏകജാതനെ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ പിന്നെന്ത് ചെയ്യണം? ഏറ്റു പറഞ്ഞ് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ഇത് വിശുദ്ധ വാരത്തിലേക്കാണ് നമ്മൾ ഈ ധ്യാനം കൂടുന്നത്. വിശുദ്ധ വാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്യമേ ഉള്ളൂ. എന്താണ്? ഈ നമ്മൾ അനുതാപപ്പെടുന്നു. 14 പള്ളികളിലൊക്കെ ആൾക്കാർ പോയി ഓരോ സ്ഥലം പാടുന്നു, അടുത്ത കടന്ന് ചായയും കുടിച്ചിട്ടുണ്ട്, അടുത്ത പള്ളിയിൽ പോകുന്നു. അങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ നടക്കണുണ്ട്. പക്ഷെ അതേസമയം തന്നെ ധ്യാനിക്കുന്ന വിഷയം എന്താ? കർത്താവിൻ്റെ പീഡാനുഭവവും പങ്കപ്പാടുമല്ല നമ്മുടെ ധ്യാന വിഷയം. എന്താ വിഷയം? ഈ പീഡാനുഭവത്തിലൂടെ പ്രദർശിക്കപ്പെടുന്ന ആ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ഒരു സ്നേഹമുണ്ട്. അതാണ്, ആ സ്നേഹമാണല്ലോ കർത്താവിൻ്റെ പീഡാനുഭവത്തിന് കാരണമായി വന്നത്. അത്രമാത്രമെന്നാണ്. തൻ്റെ ഏകജാതം നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അപ്പം തൻ്റെ ഏകജാതം നൽകാനെന്ന് വെച്ചാൽ കുരിശിൽ ഏൽപ്പിക്കാൻ തക്ക വിധം. അപ്പം നമ്മൾ കുരിശിനെക്കുറിച്ചും കുരിശിൻ്റെ വഴിയെക്കുറിച്ചുമൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്ന ആളാരാണ്? പരപിതാവിൻ്റെ സ്നേഹമാണ്. ഈ ദിവസങ്ങളിൽ ഈ വിശുദ്ധ വാരത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മൾ നടത്തുന്ന കുരിശിൻ്റെ വഴികൾ, അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന ദാനധർമ്മങ്ങളും എല്ലാം ദൈവസ്നേഹത്തിന് പകരമായിട്ട് നമ്മളുടെ ഒരു സ്നേഹപ്രവൃത്തികളായിട്ട് വരണം. ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഇപ്പോൾ വിശുദ്ധ വാരത്തിൽ നമ്മൾ കുരിശിൻ്റെ വഴി നടത്തുന്നു, കുമ്പസാരിക്കുന്നു, നഗരി കാണിക്കലിന് പോകുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. ഇതെല്ലാം അനുഷ്ഠാന പ്രകാരമുള്ള ആചാരവിധികളിലുള്ള ആധ്യാത്മികതയുടെ അനുഷ്ഠാന വിധികളാണത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കറസ്പോണ്ടിങ് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് കൂടുന്ന വ്യക്തിക്ക് അതിലൂടെ ദൈവസ്നേഹം വർദ്ധിക്കണം. അല്ലാതെ ഒരു നാടകം കാണുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു കുറേ കാര്യം കാണുന്ന കാഴ്ചക്കാരനെ പോലെ നിനക്ക് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റും. പക്ഷെ മറിച്ച് നീ ഇതിൽ പങ്കെടുക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അവസാനത്തെ ദൈവത്തിന് സാധ്യമായ ഒരു ആവിഷ്കാരമാണ് ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും കുരിശും മരണവും. ഇത് കാണുമ്പോൾ കർത്താവേ, നിന്റെ സ്നേഹത്താൽ എന്നെ നിറക്കണമേ എന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഈ വിശുദ്ധ വാരത്തിൽ നിന്റെ പീഡാനുഭവങ്ങളെ, നിന്റെ ചമ്മട്ടിപ്പാടുകളെ, നിന്റെ മുൾക്കിരീടത്തെ, നിന്റെ കരചരണങ്ങളിലെ ആണിപ്പഴുതുകളെ, അതിൽ നിന്നൊഴുകുന്ന വിശുദ്ധ രക്തത്തെ ഞാൻ ധ്യാനിക്കുമ്പോൾ എനിക്ക് വേണ്ടി സഹിച്ച നിന്റെ സഹനങ്ങളുടെ അന്തർധാരയായ ദൈവസ്നേഹത്താൽ ക്രിസ്തുവിലൂടെ അഭിഷേകം ചെയ്യണമേ, ശക്തീകരിക്കണമേ. ശ്രദ്ധിക്കട്ടെ. നമ്മൾ ഉടമ്പടിയിൽ ആഘോഷിക്കുന്നത് മറിയത്തിൻ്റെ ക്രൈസ്താനുഭവമാണ്. മറിയത്തിൻ്റെ ക്രൈസ്താനുഭവം. കാരണം ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് മറിയത്തെ ക്രിസ്തു അനുഭവത്തിൻ്റെ ഒരു ഉച്ചയും ഉറവയുമായിട്ട് നമ്മൾ കാണാൻ കാരണം? മറിയത്തിൽ നിന്നാണ് ക്രിസ്താനുഭവം നമുക്ക് സാധാരണ മനുഷ്യന്, ഞാൻ അക്കാഡമിക് ആയിട്ടുള്ള ലെവലിലോ അല്ലെങ്കിൽ ഒരു മിസ്റ്റിക് ലെവലിലോ അല്ല അത് വേറെ ഒരു ന്യൂനപക്ഷമാണ് സഭയിലുള്ളത്. സഭയിലുള്ള കോമൺ പീപ്പിളിൽ 99% അവരെ സംബന്ധിച്ചിടത്തോളം മറിയമാണ് ക്രിസ്തുവിൻ്റെ ഏറ്റവും നമുക്ക് ലഭ്യമായ സാധ്യതയുടെ സാക്ഷാത്കാരം. ക്രിസ്തുവിൻ്റെ സാധ്യതകളെ ഏറ്റവും അടുത്തറിഞ്ഞത് ആരാണ്? മറിയമാണ്. ക്രിസ്തുവിൻ്റെ നമ്മൾ ഉടമ്പടിയിലൂടെ ചിന്തിക്കുന്നത് എന്താണ്? മറിയം അനുഭവിച്ച ക്രിസ്തുവിൻ്റെ സാധ്യതകളെ നമ്മുടെ അനുദിന സങ്കടങ്ങളിലേക്ക് ആപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഉടമ്പടിയിലൂടെ അന്വേഷിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. മറിയം വചനത്തിൻ്റെ ഒരു ഉപാസകയാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടി പുരോഗമിക്കാനും ഉടമ്പടി വളരാനും നല്ലത് മറിയത്തിനെ മാതൃകയാക്കുന്നതാണ്. ഞാൻ പലപ്പോഴും ടോക്കിൽ ഈ ദിവസങ്ങളിൽ മാതാവിൻ്റെ ആധ്യാത്മികത പലപ്പോഴും ഉടമ്പടി കയറി വരുന്നില്ല. അപ്പോൾ ഞാനത് ദിവസങ്ങളിൽ അമ്മയോട് അതിനെക്കുറിച്ച് പറഞ്ഞു. കാര്യം പണ്ട് ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ അതൊരു മരിയൻ ധ്യാനമായിരുന്നു ശരിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ കുർബാന അർപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് അതിൻ്റെ പുതിയ വെളിപ്പാടുകൾ. അവർക്കൊരു മറിയത്തെക്കുറിച്ച് ഓൾമോസ്റ്റ് ഓൾ റെവലേഷൻസ് അങ്ങനെ ഒരു ബുക്ക് തന്നെ ഉണ്ട്, മേരി മദർ ഓഫ് ഗോഡ്, മറിയത്തിൻ്റെ സുവിശേഷം എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു വലിയ ബുക്ക് തന്നെ ഉണ്ട്, ഇത് മേടിക്കാൻ കിട്ടും. അതെല്ലാം ഈ മരിയൻ വെളിപാടുകളാണ്. അത് ആ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ ക്രിസ്തുവിൻ്റെ ശക്തി ടാപ്പ് ചെയ്യണത് ഉടമ്പടിയിലൂടെ. കാര്യം ക്രിസ്തുവിനെ അറിയാനും ഇപ്പം തന്നെ ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഈ ദിവസങ്ങളിൽ ഈശോ കുർബാനയെ ബലിപീഠത്തിൽ പറഞ്ഞ കാര്യമാണ്. ഈശോയെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ ഏറ്റവും ടോപ്പ് റെവലേഷൻ എന്താണ്? ഒരേ ഒരു റെവലേഷൻ അല്ല, ഈശോയെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ ടോപ്പ് റെവലേഷൻ, വലിയ വെളിപാടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? യാക്കോബിൻ്റെ ഭവനത്തിൽ, യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കുമെന്നാണ് അല്ലേ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ അനുഭവം എന്താണ്? അവൻ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, അവൻ വലിയവനായിരിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ലൂക്കാ 1:32-33. ലൂക്കാ സുവിശേഷം 1:32-33. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. മറിയത്തിന്റെ ക്രിസ്തു അനുഭവങ്ങളില് കാതല്
ഒരു പ്രധാനപ്പെട്ട പ്രമേയം എന്താണ്? അവൻ വലിയവനായിരിക്കുമെന്നാണ്. നമ്മൾ ഉടമ്പടിയിൽ അനുഭവിക്കുന്നത് ഈ ക്രിസ്തുവിൻ്റെ വലിപ്പമാണ്. മറിയമാണത് ആദ്യം അനുഭവിച്ചത്. മറിയത്തിൻ്റെ വയറ്റിലിട്ട് വളർത്തി വീട്ടിൽ നിർത്തി വളർത്തി ആളാണ് ക്രിസ്തു. മനുഷ്യപുത്രനെ ക്രിസ്തു വിശ്വാസപൂർവം ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച് വയറ്റിലിട്ട് വളർത്തി പിന്നെ വീട്ടിൽ നിർത്തി വളർത്തിയ ആളാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ അൾട്ടിമേറ്റ് നോളജ് റെവലേഷനിൽ ഒന്നെന്താണ്? അവൻ വലിയവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം പിന്നെ മറിയത്തിൻ്റെ അതുകൊണ്ട് മറിയം ഈ വലിയ ക്രിസ്തു താൻ വയറ്റിലിട്ട് വളർത്തിയിരിക്കുന്നയാൾ, പ്രസവിച്ച് വീട്ടിൽ നിർത്തിയിരിക്കുന്ന വളർത്തിയിരിക്കുന്നയാൾ, അവനെക്കുറിച്ചുള്ള ദേവപിതാവിൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നെന്താണ്? അവൻ വലിയവനായിരിക്കുമെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഈ ക്രിസ്തുവിൻ്റെ വലിപ്പത്തെ എങ്ങനെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് നമ്മളെ അനുദിന വിഷയമങ്ങളിൽ നിന്നൊരു മനുഷ്യനെ എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ജപ്തി നടപടിയുണ്ട്. നമുക്ക് മാർച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കുറഞ്ഞിട്ടുണ്ട്. കുറേ അധികം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാര്യം സാക്ഷ്യം ഇനിയിപ്പോൾ വരാൻ പോണതല്ലേ ഉള്ളൂ. അതേസമയം തന്നെ എനിക്ക് സാമ്പത്തിക മേഖലകളിലെ ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. കാര്യം പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായിട്ട് മനുഷ്യനിങ്ങനെ സങ്കടപ്പെട്ട് വരുമ്പോഴേ അവൻ അതിൻ്റെ കൂടെ വേറെ ഒത്തിരിയേറെ സങ്കടങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജപ്തി പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അങ്ങനെ ലോകത്ത് ഒരിടത്തും ആവശ്യപ്പെടത്തില്ല. എന്നോട് അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ കൃപാസനത്തിൽ വരാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജപ്തി നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അത് മനുഷ്യന്മാർ സാമ്പത്തിക സ്ഥാപനങ്ങളല്ലേ അത് പറഞ്ഞിരിക്കണത്, അല്ലേ? അപ്പം ഇത് ഏറ്റവും വലിയ ജപ്തി മനുഷ്യരാശിയെ ജപ്തി ചെയ്തിരിക്കുന്ന സാത്താനാണ്. അവൻ്റെ ജപ്തിയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കിയത് അവൻ്റെ വിശുദ്ധമായ രക്തമാണ്. അവൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ ചീള് കാര്യം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ആ പേപ്പർ മാതാവിനെ കാണിക്കാമെന്ന് പറയും. അതാണ് വിഷയം, എൻ്റെ വിഷയം. ആ പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ കാര്യം. ഇപ്പം ഞാൻ വളരെ സീരിയസാണ്. നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോൾ എനിക്ക് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പേപ്പറുകൾ വേണമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പ്രത്യേക ഒരു പ്രാർത്ഥനയുണ്ട്, അത് ചെല്ലും. എന്നിട്ട് നിങ്ങളുടെ വിഷയം അങ്ങോട്ട് ഏൽപ്പിക്കും. അത് നിങ്ങൾ ഓർക്കും ഇതൊക്കെ ഒരു ആൾക്കാർ ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യണം. അല്ല, ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യമല്ല, മറിയം ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താണ് മറിയം ചെയ്തത്? എന്താണ്? ക്രിസ്തുവിനെ കുറിച്ച് മറിയത്തിന് അറിയാം വലിയവനാണെന്ന്. എലിസബത്ത് പരിശുദ്ധാത്മാവ് എലിസബത്തിനെ കാണാൻ വേണ്ടി അമ്മ തിടുക്കത്തിൽ ചെല്ലുമല്ല. അത് തിടുക്കത്തിൽ വായിച്ചത് ലൂക്കാ 1:39. ലൂക്കാ 1:39. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അപ്പൊ മറിയത്തിന്റെ ഒരു മൗലികമായ ഒരു ആക്ഷൻ മോഡാണിത്. എന്താണ്? ആള് തിടുക്കമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ഉടനടി പരിഹാരം എന്നൊക്കെ ഞാൻ ആദ്യ കാര്യങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ തിടുക്കം എനിക്കറിയാം, തിടുക്കത്തെക്കുറിച്ച്. സത്യസന്ധമായിട്ട് ഒരു വ്യക്തി ഉടമ്പടി ചെയ്തെങ്കിൽ അമ്മ ആ വിഷയത്തിൽ തിടുക്കം കാണിക്കുമെന്നറിയാം. അതുകൊണ്ട് ഉടമ്പടി ഉടനടിയില്ല, പിന്നെ എങ്ങനെ പരിഹാരമുണ്ട്? അതാണ് വിഷയം. അമ്മ ആ തിടുക്കം കാണിക്കുമെന്നറിയാം. അമ്മയ്ക്ക് അല്ലെങ്കിലും തിടുക്കമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കാനായിലെ കല്യാണ വീട്ടിൽ വരുമ്പോഴോ ഇപ്പം ഈ യേശു വലിയവനായിരിക്കും എന്നുള്ളത് അമ്മയ്ക്കറിയാം. പക്ഷേ ഈ വലിപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അനുദിനം അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരമാകാൻ ഇത് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മറിയൻ ആലോചനകൾ. മറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നബാധിതമായ ഒരു മനുഷ്യൻ്റെ ഒപ്പം നടന്നും ഒപ്പം നിന്നും ചിന്തിക്കുന്ന ആളാണ് മറിയം. അങ്ങനെ ആരുമില്ല ബൈബിളിൽ അത്രയും കൃത്യമായിട്ട്. മനുഷ്യൻ്റെ അനുദിന പ്രശ്നങ്ങളുടെ ഒപ്പം നടന്നുകൊണ്ട്, അവൻ്റെ ഒപ്പം തലക്ക് തീ പിടിച്ചുകൊണ്ട്, അവൻ്റെ കൂടെ ഉപ്പുകുറ്റിക്ക് തീ പാറിക്കൊണ്ട് ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് മറിയം. അങ്ങനെ ഈ വലിയവനായിരിക്കുന്ന യേശുവിനെ എങ്ങനെ മനുഷ്യൻ്റെ അനുദിന വിഷയത്തിൻ്റെ അകത്ത് ഒരു പരിഹാരത്തിന് വേണ്ടി അതിനെ പ്രയോഗിക്കാൻ കഴിയും
എന്ന് കാനായിൽ ഒരു ആകസ്മികമായിട്ട് ചിന്തിച്ച ആളല്ല. മറിയത്തിൻ്റെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു എല്ലാ കാലങ്ങളിലും. എങ്ങനെ മറിയത്തോടല്ല പറഞ്ഞത്, ഇവൻ ഔസേപ്പിതാവിനോടല്ല പറഞ്ഞത്, അവൻ വലിയവനായിരിക്കുമെന്നാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അവൻ വലിയവനായിരിക്കും. എന്തിനു വേണ്ടി അവൻ വലിയവനായിരിക്കും? അവൻ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടി മാത്രമാണോ? അല്ല. മറിയത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ അനുദിന ജീവിതത്തിൻ്റെ പരിഹാരത്തിനും അവൻ വലിയവനായിരിക്കുമെന്നാണ് പരിശുദ്ധാത്മാവ് മറിയത്തോട് പറഞ്ഞിരിക്കുന്നത്. കൈയടിച്ച് ക്രിസ്തുവിന്റെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും വലിയവനായ ക്രിസ്തുവിനെ മനുഷ്യൻ്റെ അനുദിന ജീവിത പ്രശ്നങ്ങളിലേക്ക് സത്ത തിരിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഒരു പഴുത് നോക്കി നടന്നതുപോലെയാണ് കാനായിലെ കല്യാണം വന്നു ചേരുന്നത്. കാനായിലെ കല്യാണം വസ്തുത്തിൽ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സർക്കസ് സെൻസ് മാതാവ് ഇതേ ചിന്തയോടുകൂടി നടന്ന് ക്രിസ്തു വലിയവനാണെന്ന് അമ്മയ്ക്കറിയാം. ഈ വലിമ മനുഷ്യന് മനസ്സിലാകുന്ന ജീവിത പ്രശ്നങ്ങളിലേക്ക് അതിൻ്റെ സാധ്യതയെ പ്രയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മനുഷ്യൻ അവൻ്റെ സങ്കടങ്ങളിൽ സമാശ്വാസം നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹരൂപമായി അനുഭവിക്കുന്ന ദൈവിക പദ്ധതി അമ്മയ്ക്ക് ഒരു ചെവിട്ടോർമ്മ പോലെ ചൊല്ലിക്കൊടുത്തതുപോലെ അമ്മ ഒരു പഴുതു നോക്കി നടക്കുകയായിരുന്നു. എപ്പോഴാണ് ഈ വലിയവനായ യേശുവിനെ മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആക്കുക? അങ്ങനെ നടക്കുന്ന കാലത്താണ് കാനായിലെ കല്യാണം ഒരു പെട്ടെന്നിങ്ങനെ ഈ പാല് കടയുമ്പോൾ വെണ്ണ വന്ന പോലെ പൊന്തി വന്നത്, അവസരം പൊന്തി വന്നതാണ്. ആ അവസരം ശരിക്കും പറഞ്ഞ അമ്മയ്ക്ക് വേറെ ആ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്ക് പറയാറുള്ളതാണ്, അത് വലിയൊരു വിഷയമല്ല, ഒരു ചെറിയൊരു പഴുതാണ്. അവിടെ വീഞ്ഞ് തീർന്നു പോയി, വേണമെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ ആ പ്രശ്നം തീരും. അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കുക, അല്ലെങ്കിൽ 3-4 വീട്ടിൽ പോയി പെട്ടെന്ന് അവിടെ ഉള്ള വീഞ്ഞ്, അവിടെയൊക്കെ വീഞ്ഞുള്ള സ്ഥലമാണ്, ഞാനും പോയതാ. അവിടുന്ന് കുറേ വീഞ്ഞ് അവിടുന്ന് പോയപ്പോൾ കൊണ്ടുവരികയും ചെയ്തു ഇവിടെ. കാര്യം അതല്ല, അതോട് അവരുടെ ബിസിനസ്സാണത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പഞ്ഞമൊന്നുമില്ല ഈ സംഭവം, അടുത്ത വീട്ടിൽ പോയി സംഭവം കിട്ടും. അങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അവിടെ. അല്ലെങ്കിൽ വിലക്ക് വാങ്ങാമല്ലോ. അപ്പോൾ ഈ 2 സംഭവം ചെയ്യാതെയാണ് അമ്മ ഈ വിഷയം വലിയവനായ യേശുവിൻ്റെ വലിപ്പം മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹാരമാകാനുള്ള സാധ്യത അമ്മ കണ്ടുപിടിച്ച ഒരു പോംവഴിയാണ്. നമ്മൾ അമ്മയെ വിളിക്കണത് എന്താണ്? ദിവ്യ രഹസ്യങ്ങളുടെ എന്താ വിളിക്കണേ? റോസാപുഷ്പം. ഞങ്ങളൊക്കെ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ വീട്ടിൽ അമ്മ പറയണത് വ്രതപുഷ്പമേ എന്നൊക്കെ പറയും. എനിക്ക് അന്നും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. ദിവ്യ രഹസ്യങ്ങളുടെ വ്രതപുഷ്പമേ വെച്ചാൽ തമിഴാണ്. ഞങ്ങളുടെ ഇവിടുത്തെ പ്രാർത്ഥനകളെല്ലാം കേരളത്തിലെ ക്രിസ്ത്യൻസിൻ്റെ പ്രാർത്ഥന പൊതുവേ ഒരു 100 കൊല്ലം മുമ്പ് വരെ തമിഴായിരുന്നു. അപ്പം അതുകൊണ്ട് തമിഴിൻ്റെ പ്രാർത്ഥന പതുക്കെയാണ് ഇപ്പോൾ മലയാളത്തിലായത്. കാര്യം കേരളം തമിഴൊക്കെ ആയിരുന്നല്ലോ. അപ്പം അതിനോട് ആ കാലങ്ങളിലെല്ലാം പഴയ വേദപാഠങ്ങളെല്ലാം തമിഴായിരുന്നു. അപ്പോൾ അത് ദൈവരഹസ്യങ്ങളുടെ വ്രതപുഷ്പം. ഞാൻ സെമേരി ചെന്നപ്പോൾ പഠിച്ചത് ഈ വ്രതപുഷ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? സെമേരി ചെന്നപ്പോൾ ഇംഗ്ലീഷ് റോസ് ശരിയാണ്. അപ്പോൾ അവിടെ പറഞ്ഞാൽ എന്താണ്? മിസ്റ്റിക് റോസ്, പ്രേ ഫോർ അസ്. എന്നുവെച്ചാൽ ദിവ്യരഹസ്യങ്ങളെ ഒരു തേൻ പോലെ ഒരു പനിനീർ പൂവിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് അമ്മ. അമ്മ ഒരു പനിനീർ പൂവാണ്. ആ പനിനീർ പൂവിൽ ദിവ്യരഹസ്യങ്ങളുണ്ട്. തേന് പോലെ ഇരിക്കണ പൂവിൽ എങ്ങനെയാണ് തേനിരിക്കുന്നത് അതുപോലെ പരിശുദ്ധ മറിയമാവുന്ന സ്വർഗീയ പുഷ്പത്തിലെ തേനുണ്ട്. എന്തിൻ്റെയാണ്? ദിവ്യരഹസ്യങ്ങൾ. ദിവ്യരഹസ്യം എന്താണ്? ക്രിസ്തുവിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ആർക്കാണ് പകർന്നു കിട്ടിയിരിക്കുന്നത്? മറിയത്തിനാണ്. എന്താണ്? അവൻ വലിയവനായിരിക്കും. അതാണ് രഹസ്യമാണത്. അത് രഹസ്യമാണ്. ഈ രഹസ്യം അത് അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്ന രഹസ്യമാണ് അമ്മ കാനായിലെ അത് പരസ്യമാക്കുന്നത്. ഈ രഹസ്യമില്ലേ, അതായത് ഇവൻ വലിയവനായിരിക്കും എന്നുള്ള ദിവ്യരഹസ്യം, അതാണ് ദിവ്യരഹസ്യങ്ങളുടെ പനിനീർ പുഷ്പമേ. അപ്പം ഈ രഹസ്യത്തെയാണ്
അവൻ വലിയവനായിരിക്കും. ഈ യേശുക്രിസ്തുവിൻ്റെ ശക്തിയെ അമ്മ ബലഹീനനായ മനുഷ്യൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും നിലനിൽപ്പിനും ഉയർച്ചയ്ക്കും അതിജീവനത്തിനുമായിട്ട് അമ്മ ഒരു പഴുത് നോക്കിയിരിക്കുകയായിരുന്നു. യേശുക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ശക്തി, ക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ, മനുഷ്യൻ്റെ എല്ലാ സർവ്വതോന്മുഖമായ വീണ്ടെടുപ്പുകൾ നിലവിൽ വരുത്താൻ വേണ്ടി അമ്മ ഒരു പഴുത് നോക്കിയിരിക്കുകയും, അങ്ങനെ വളരെ അത്രയ്ക്ക് വലിയ ആഡംബരമായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിലും കിട്ടിയ പഴുത് അമ്മ തിടുക്കത്തിൽ ഉപയോഗിക്കുകയാണ്. അവിടെയും തിടുക്കമാണ്, പെട്ടെന്നല്ല ഈ സംഭവം നടക്കുന്നത്. അവർ അടുത്ത വീട്ടിൽ പോയി വാടകയ്ക്ക് വീഞ്ഞും കാവിക്കൊണ്ട് വരണമെങ്കിൽ തന്നെ ഇവിടെ കാര്യം സാധിച്ചു. അതാണ് അവിടെ ഒരു തിടുക്കം കാണിക്കുന്നുണ്ട്. അതായത് അടുത്ത വീട്ടിൽ പോയി ആ വീട്ടുകാർ വീഞ്ഞ് തീരാൻ പോണെന്ന് കണ്ടപ്പോൾ തന്നെ ഇത് അമ്മയ്ക്കറിയാം, ഇവർ വീഞ്ഞ് തീരാൻ പോണ എങ്ങനെ വീട്ടുകാരറിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ അറിയാൻ പാടില്ലാത്ത കാരണം അവർ വേറെ മാർഗങ്ങൾ ഉപയോഗിക്കുമെന്നറിയാം. അതാണ് വിഷയം. അവിടെ ക്രിസ്തുവിനെ അറിയാത്ത വീടാണത്. ക്രിസ്തുവിനെ അറിയാത്ത വീട്ടിൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരറിഞ്ഞു കഴിയുമ്പോൾ, വിവാഹത്തിൻ്റെ ശോഷണം അറിഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് അവർ വേറെ ക്രിസ്തുവിനെ ഇതരമായിട്ടുള്ള വേറെ മാർഗങ്ങൾ, വായ്പ വാങ്ങിക്കുക, വിലക്ക് വാങ്ങിക്കുക എന്ന് അറിയാം, അവർ ചെയ്യുമെന്നറിയാം. അതിന് മുമ്പ് തന്നെ ഒരു തിടുക്കം കാണിക്കും. ഇവിടെ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോയി അതേ തിടുക്കം തന്നെ. ദൈവത്തിലെ ഓർക്കുക, നിൻ്റെ വിഷയത്തിനും നീ ഒരു ബൗദ്ധികമായ പരിഹാരം നീ കണ്ടെത്താൻ ഉള്ള സാവകാശത്തെ മുമ്പേ. ഉടമ്പടി എപ്പോഴും കത്തണം ഇങ്ങനെയാണ്. മറിയമ്മത്തിന് ഒരു തിടുക്കമുണ്ട്. മനുഷ്യൻ ബൗദ്ധികമായ മാനുഷികമായ മാർഗങ്ങൾ അന്വേഷിക്കുന്ന മുമ്പേ യേശുക്രിസ്തുവിനെ ആ പ്രശ്നത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുക എന്നുള്ള മറിയത്തിൻ്റെ സ്വാഭാവികമായ മാതൃകയ്ക്ക് മറിയത്തിന് ഇച്ഛാശക്തിയുണ്ട്. പക്ഷെ അത് നടപ്പിൽ വരുത്തുന്നതിന് നമ്മളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെയുള്ള ഒരു തിടുക്കം ഉണ്ടാകണം. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ പ്രശ്നത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളൊരു തിടുക്കം നമുക്ക് തിടുക്കം ഉണ്ടാക്കാൻ പറ്റും. രണ്ട് തരത്തിലാണ് തിടുക്കം വരുന്നത്. ഒന്ന്, നിങ്ങളുടെ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു തിടുക്കം ഉണ്ടാക്കാൻ പറ്റും. എന്താണ് കാരണം? നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോണ കക്ഷികളാണ്. അവിടെ ഇൻടേക്കിൻ്റെ അകത്ത് അവർക്ക് ഇപ്പോൾ സെപ്റ്റംബർ ഇൻടേക്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് കയറി പറ്റാൻ വേണ്ടി ഒരു തിടുക്കമുണ്ട്, അല്ലേ? ഒരു തിടുക്കം. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് തിടുക്കം ഉണ്ടാക്കണത് എന്താണ്? സെപ്റ്റംബറിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ഫെബ്രുവരിയിലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്ന തിടുക്കമാണ്. ഞാൻ എന്താ ചെയ്യണത്? എപ്പോഴും നിങ്ങളുടെ ഈ മെറ്റീരിയലായിട്ടുള്ള തിടുക്കത്തെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ദൈവസ്നേഹം ഇൻഡക്റ്റ് ചെയ്ത് തരും. നിങ്ങളുടെ ഇതിലേക്ക് ദൈവസ്നേഹം തരും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആ ഇൻടേക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ തിടുക്കം പോവും. അശംപ്രദ മനസ്സിലായില്ലേ? എൻ്റെ ടെക്നിക്കായിട്ട് ഈ കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ജപ്തി നടപടി മാർച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തിടുക്കമില്ല. ഈ മാനുഷിക തിടുക്കം, മെറ്റീരിയലായിട്ടുള്ള തിടുക്കത്തിൻ്റെ കുഴപ്പം അത് കണ്ടീഷണലാണ്. അതൊരു വിഷയവുമായിട്ടും ഒരു സീസണലായിട്ടുള്ള തിടുക്കമാണ്. നിങ്ങളുടെ ഇൻടേക്ക് കഴിഞ്ഞു, സെപ്റ്റംബറിൽ കിട്ടിയില്ല, അതിന് കുഴപ്പമില്ല, ഇപ്പോൾ ഫെബ്രുവരിയല്ലേ, അതിന് ശേഷം പോയി നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാമെന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ തിടുക്കം പോയി. പക്ഷേ ആ തിടുക്കമല്ല നമുക്ക് വേണ്ടത്. ഒരു വിഷയബന്ധിതമായ തിടുക്കമാണ് നിങ്ങൾക്കുള്ളത്. മറിച്ച് എനിക്കറിയാം നിങ്ങളുടെ തിടുക്കം മെറ്റീരിയലാണെന്നറിയാം. നിങ്ങൾ ആ വിഷയം ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിടുക്കം കുറയും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ, തിടുക്കം കൂട്ടുകയും തിടുക്കം കുറയ്ക്കുകയും ചെയ്യുന്നത് ആരോടാണ്? ദൈവത്തോടല്ലേ. അതാണൊരു കുഴപ്പം. ഇതിൽ വരുന്നൊരു അപകടം അതാണ്. നിങ്ങളിപ്പോൾ ജപ്തി മാറ്റി വെക്കാൻ വേണ്ടി നിങ്ങൾ ഒരു തിടുക്കം കാണിക്കുന്നത്. ജപ്തി മാറ്റി വെച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഉടമ്പടി ആ പഴയതുപോലെയുള്ള ഫെർവൻസ് ഇല്ല. എന്താ കാര്യം? നിങ്ങളുടെ തിടുക്കമെല്ലാം ഒരു വിഷയത്തെ ബന്ധിതമാറ്റി വെച്ചിരുന്നതാണ്. അപ്പം ഞാനെന്താ ചെയ്യണത്? ഞാൻ പലപ്പോഴും ചെയ്യണത്, നിങ്ങളുടെ തിടുക്കം വിഷയത്തിൽ നിന്ന് മാറ്റിയിട്ട് വ്യക്തിയിലേക്ക് ഞാൻ ലിങ്ക് ചെയ്യിക്കും. വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ഒന്ന് ക്രിസ്തുവിലേക്ക് ഞാൻ ലിങ്ക് ചെയ്യിക്കും. എന്നിട്ട് നിങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്നേഹവും ക്രിസ്തുവിൻ്റെ ഇടപെടലിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതൽ പറയും. എന്നിട്ട് ഞാൻ പറയും, നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കുമ്പോഴും പത്രം കൊടുക്കുമ്പോഴും ക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്നേഹത്താൽ കൊടുക്കാൻ പറയും. അല്ലാതെ നിങ്ങളെ
ഇൻറ്റൻഷൻ വെച്ചിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന വിഷയത്തെ അല്ല നിങ്ങൾ അടിസ്ഥാനപ്പെടുത്തേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട ഓരോ കാര്യവും പത്രം കൊടുത്താലും വെയിൽ കൊണ്ടാലും അതിനുവേണ്ടി മഴ കൊണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യണം? അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കാഴ്ചവെക്കാൻ പറയും. എന്തിനറിയാവോ? എനിക്ക് നിങ്ങളുടെ തിടുക്കത്തെ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തോട് ബന്ധപ്പെടുത്തി നിർത്തിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയണത് അതങ്ങനെ ശാശ്വതമായിട്ട് നിൽക്കും. മറ്റത് വിഷയബന്ധിയാണ്, സീസണബിളാണ്. നിന്റെ ജപ്തി നടപടി മാറുമ്പോഴും പരീക്ഷ കഴിയുമ്പോഴും നിങ്ങളുടെ തിടുക്കം കുറയും. അപ്പോഴേ അങ്ങനെ ഒരു റിലേഷൻസ് നമുക്ക് ദൈവമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമായിരിക്കും, പക്ഷേ പരിമിതികളുണ്ട്. അതിനെ ദൈവത്തിന് അറിയാൻ പറ്റും. ഓർഡർ തമ്മാവ അറിയാം. ഇത് വെറുതെ വിഷയത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്, വയറ്റിപ്പഴപ്പ് പരിപാടിയാണ്, എനിക്ക് അതിൻ്റെ അകത്ത് റോളില്ലെന്ന് ദൈവത്തെ മനസ്സിലായാൽ പിന്നെ ഇത് ആവശ്യമില്ലാതെ ഇങ്ങനെ ലാഗാകും. അപ്പോൾ ഉടമ്പടിയെ നിങ്ങൾ ആവശ്യമില്ലാതെ ലാഗാക്കരുത്. അത് വിഷയബന്ധിയോ സീസണബിളോ ആയിട്ട് നമ്മൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ തിടുക്കവും അതുപോലെ വരും. മറിച്ച് അത് അച്ഛൻ എപ്പോഴും നിങ്ങളോട് പറയണത്, നിങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ ഫോർമാറ്റിലേക്ക് ഇത് റീഫോർമാറ്റ് ചെയ്യാൻ പറയും. എല്ലാം ഇപ്പോൾ കാര്യം ഞാൻ അങ്ങനെ ചെയ്യണതല്ല, എൻ്റെ ജീവിതത്തിൽ മുഴുവൻ അങ്ങനെ ചെയ്യണത്. അതെനിക്ക് ആരും ഇപ്പം പുതുതായിട്ട് പറഞ്ഞു തന്നതല്ല. എനിക്ക് പണ്ട് മുതലേ അച്ഛനായ കാലം മുതലേ മനസ്സിലാകുമായിരുന്നു, ഇവിടുത്തെ മെയിൻ എന്ത് കാര്യം ചെയ്താലും അത് ദൈവസ്നേഹമാണല്ല, സഭയെ ഒപ്പിക്കുക എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ട് വരുന്ന സാങ്കേതിക വിഷയങ്ങളാണ്. അതല്ല, സഭയെ സ്നേഹിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും എല്ലാം അതിൻ്റെ ബേസിക്കായിട്ടുള്ള ദൈവസ്നേഹമാണ് വരേണ്ടതെന്ന്. അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ജീവിക്കുമ്പോൾ ഈ കണ്ടൻറ് ഓഫ് ലവ് വർത്തിക്കാൻ നോക്കണം. പറഞ്ഞു എന്നാൽ എളുപ്പമാണ് ഈ സംഭവം. അങ്ങനെ ദൈവത്തിന് ഒരിക്കലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തോന്നുകയാണ് നിങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ വക്താവാണെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ ഇത്രയും ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരിക്കലും ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞു, ഇതിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നിങ്ങൾ എവിടെ പോയാലും ഞാൻ അത് ഉടമ്പടിയിലുള്ളതല്ലേ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം എന്താണ്? അത് ഉടമ്പടിയിലുള്ളതാണ്. അത് പക്ഷേ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ അതിനൊരു പ്രശ്നമുണ്ട്. ദൈവം നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം അത് ഉടമ്പടിയിലുള്ളതാണ്. പക്ഷെ അതിൻ്റെ അകത്തെ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മുടെ ജോഷോ 1:9 ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. കർത്താവ് പിരിയാൻ നേരത്ത് സ്വർഗ്ഗാരോഹണ സമയത്ത് പറഞ്ഞ് ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണിത്. അത് ഗ്യാരണ്ടീഡാണ്. യു ഗോട്ട് ദ പോയിന്റ്. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി ടെക്നിക്കായിട്ട് പഠിക്കണം. ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ എവിടെ പോയാൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പുറപ്പാട് 3:14 ജോഷുവ 1:9 അതുപോലെ തന്നെ 28:20 മത്തായി 28:20 കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ പ്രസൻസ് എന്ന് പറയുന്ന സംഭവം എല്ലായിടത്തും ദൈവത്തിൻ്റെ പ്രഖ്യാപിതമായ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. പക്ഷേ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പ്രസൻസ് ഗ്യാരണ്ടീഡാണ്. പക്ഷെ കാര്യം ഇതിനകത്ത് ഗ്യാരണ്ടീഡ് അല്ലാത്ത ഒരു ഘടകമുണ്ട്. എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഗ്യാരണ്ടി ഇല്ലാത്ത സംഭവം. ഞാൻ മനസ്സിലായില്ലേ? ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഗ്യാരണ്ടി ഉള്ള കാര്യമാണ്. എന്താ കാര്യം? അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ദൈവത്തിന് നമ്മളെ വഞ്ചിക്കാൻ പറ്റത്തില്ല, അവനെ തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ല. അത് ഗ്യാരണ്ടീഡാണ്. ഇത് ഗ്യാരണ്ടീഡ് അല്ലാത്ത ഒരു ഘടകമുണ്ട് ഇതിൻ്റെ അകത്ത്. അതെന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ റിസ്ക് എന്താ? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ള കാര്യം ഇറ്റ് ഈസ് ഷുവർ, 100% സർട്ടൺ ഷുവർ. പക്ഷേ ഇത് അനുഭവവേദ്യമാകുക എന്നുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ തന്നെ അവൻ്റെ കൂടെ ഉണ്ടാകണം. അതാണ് വിഷയം. നമ്മൾ അവൻ്റെ കൂടെ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങളെയാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്തിട്ട് അനുതാപത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതിൻ്റെ വിഷയം എന്താണ്? ഞാൻ നോക്കണത് എന്താണ്? ഞാൻ ഇതൊരു സോഷ്യൽ കൗൺസിലിങ്ങിലൂടെയാണ്. ഞാൻ ആ വ്യക്തിപരമായിട്ട് ആൾക്കാരെ കണ്ട് കൗൺസിൽ ചെയ്യത്തില്ല.
എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ദൈവം സോഷ്യൽ കൗൺസിലിലൂടെയാണ് പറയണത്. ഈ സോഷ്യൽ കൗൺസിലിലൂടെ തന്നെയാണ് ആൾക്കാർ ഇതെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നത്. കാര്യം സാക്ഷ്യം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും, അച്ഛനത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് അതിനെക്കുറിച്ച് ധാരണ കിട്ടിയെന്ന് പറയും. അത് സോഷ്യൽ കൗൺസിൽ ബോധ്യം കിട്ടി. അച്ഛൻ കൊടുത്ത അറിവ് അവർക്ക് അനുഭവമായി, അനുഭവം ബോധ്യമായി, ബോധ്യം സാക്ഷ്യമായി, സാക്ഷ്യം സന്തോഷമായി, പിന്നെ സന്തോഷം സ്വർഗമാകും. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സോഷ്യൽ കൗൺസിലിങ്ങിലൂടെ ഇതൊരു അച്ഛൻ പറയുന്ന എല്ലാ കൗൺസിലിംഗ് മെത്തേഡാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പുതിയ ധാരണ തരികയാണ്. എന്താണ്? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്, അത് വാഗ്ദാനമാണ്, ഗ്യാരണ്ടീഡാണ്. പക്ഷേ ഗ്യാരണ്ടി അല്ലാത്തൊരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടോ? അതാണ് വിഷയം. അതാണ് വിഷയം. കാര്യം പാപം ചെയ്യുന്ന പാപത്തിന് അടിമയാണ്. അടിമ ഒരിക്കലും വീട്ടിൽ വസിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മുടെ കൂടെ ഇല്ലല്ലോ കർത്താവ്. ടേക്ക് ദ വിടാൻ പരിശോധിക്കട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല. പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. ഇതാണ് പ്രശ്നം. എന്താ പ്രശ്നം? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് 100% ഗ്യാരണ്ടീഡ് ആണ്. ഗ്യാരണ്ടി അല്ലാത്ത കാര്യം എന്താണ്? പാപം ചെയ്യുന്നവൻ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നില്ല, കർത്താവിൻ്റെ കൂടെ വസിക്കുന്നില്ല. അതാണ് വിഷയം. അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി പാപത്തെ അഡ്രസ്സ് ചെയ്യുന്നത്. പാപത്തെ അഡ്രസ്സ് ചെയ്യണതും പാപത്തിൻ്റെ പടിപടിയായിട്ട്, അതായത് പാപത്തെ നമുക്ക് തലയിലെ പേൻ പെറുക്കി കളയണ പോലെ പെറുക്കി കളയാൻ പറ്റത്തില്ല. ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാത്ത ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പാപം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ദൈവസ്നേഹത്തിൻ്റെ മരുന്ന് തരണത്. മനസ്സിലായില്ലേ? ദൈവസ്നേഹം വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ ദൈവസ്നേഹത്തിന് 2 ഇഫക്ട്സ് ഉണ്ട്. നിങ്ങളുടെ ഒരു വ്യക്തിയിൽ ഒരു ആത്മാവിൽ ദൈവസ്നേഹം വർദ്ധിക്കുമ്പോൾ 2 ഇഫക്റ്റ് ഉണ്ടാവും. ഒന്ന്, പാപം ചെയ്യാനുള്ള വാസനകളുടെ മേൽ ദൈവം അഭിഷേകം തരും. അത് ദൈവം നേരിട്ട് തന്നതാണ്. അതിൻ്റെ കാര്യം വെച്ചാൽ എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. സങ്കീർത്തനം 16:10. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അതായത് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു ആന്തരിക അഭിഷേകം നമുക്ക് തരും. ഈ ജീർണവസ്തുവിനെ കുറിച്ചും പാതാളത്തിൽ തള്ളുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ആധ്യാത്മിക ജീർണതയും അവിടെ വിഷയമാണ്. ശരിക്കും നമ്മുടെ ആധ്യാത്മിക ജീർണതയെ പ്രതിരോധിക്കുന്നത് ഈ എൻ്റെ നിർമ്മലൻ എന്നുള്ള സ്റ്റാറ്റസിലാണ്. ആരാണ്? മനസ്സിലായില്ലേ? ആധ്യാത്മിക ജീർണത. നമ്മളിപ്പോൾ ചില ധ്യാനകേന്ദ്രങ്ങളൊക്കെ നിങ്ങളുടെ പാപം 150 പാപം 560 പാപം കൊണ്ടുപോവാ, മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാന്നൊക്കെ പറയും. കത്തിച്ചാൽ ഈ പന്നികൾ അത് തന്നെ ചെയ്യുകയും ചെയ്യും വീണ്ടും. അങ്ങനെയുള്ള സൂത്രപ്പണികളും അഭ്യാസങ്ങളും ഒന്നും കൊണ്ട് പാപത്തെ നയിക്കാൻ പറ്റത്തില്ല. പാപത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവസ്നേഹം വളർന്നിരിക്കണം. ദൈവസ്നേഹം വളർന്നാൽ 2 ഇഫക്റ്റ് വരും. എന്താ ഇഫക്റ്റ് പറഞ്ഞത്? ഒന്ന്, ദൈവത്തിനൊരു റിസ്ക് ഉണ്ട്. എന്താണ്? എൻ്റെ നിർമ്മലൻ ആധ്യാത്മിക ജീർണിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അത് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നതാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളോട് അഫിനിറ്റി കുറയും, താല്പര്യം. പാപം ചെയ്യാനുള്ള ഒന്നെങ്കിൽ 2 തരത്തിൽ, ഒന്നെങ്കിൽ ഒരു പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഇരിക്കാനുള്ള സാധ്യതയെ ദൈവം ട്രേസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നല്ല പറയണത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ആധ്യാത്മിക ജീവിതത്തിൽ എന്ന് ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്നു. കൈയടിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, നമ്മുടെ ആധ്യാത്മിക ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടെന്ന് ഈശോ ട്രേസ് ഔട്ട് ചെയ്തിരിക്കുന്നു. എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദാറ്റ് മീൻസ് അതിൻ്റെ പ്രൊവിഷൻ ഉണ്ടെന്ന് ഇല്ലേ? പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ഒരു വ്യക്തിക്ക് ഇവിടെ ജീവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ആണ് ഈശോ. കാരണം ഈശോ മാത്രമേ ഈ രഹസ്യം പുറത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇത് രഹസ്യമാണ്.
ഈശോ എന്തെല്ലാം രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈശോ പറഞ്ഞ മൊത്തം രഹസ്യമാണ്. ലോകസ്ഥാപനം മുതൽ ഇന്ന് വരെ നിഗൂഢമായിരിക്കുന്നതെല്ലാം അവൻ വെളിപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ്? അവൻ രഹസ്യമാണ്. ഇത് രഹസ്യമാണ്. നമുക്ക് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവൻ നിങ്ങൾ ഇവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ഈശോ പറയണത്. നിങ്ങൾക്ക് സത്യസന്ധമായി ദൈവത്തിൻ്റെ നിർമ്മലയായിട്ടും ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹത്തിൽ വളരണം. ദൈവസ്നേഹത്തിൽ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് വളരേണ്ടത്. കാര്യം എന്താണ്? ക്രിസ്തു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിച്ഛായയാണ്. ദൈവം എത്രത്തോളം നമ്മളെ സ്നേഹിച്ചു വന്ന് അവൻ്റെ മുൾക്കിടം നോക്കുമ്പോൾ അറിയാൻ പറ്റും. അവൻ എന്തുമാത്രം നമ്മളെ സ്നേഹിച്ചു വന്ന് അവൻ്റെ കരചരണങ്ങളെ ആണിപ്പഴും നോക്കുമ്പോൾ അറിയാൻ പറ്റും. അവൻ എന്തുമാത്രം നമ്മളെ സ്നേഹിച്ചു വന്ന് അവൻ്റെ ഹൃദയത്തിലെ തിരുവിലാവിലെ മുറിവ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പാഷനെ പറ്റി അധികമായി ധ്യാനിച്ച് ഞങ്ങൾക്ക് ആഴമായ അനുതാപം നൽകണം. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കട്ടെ. ഇവിടെ കൂടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യോഹന്നാൻ 14:23. യോഹന്നാൻ 14:23. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. 13:35 വായിച്ചേ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. പത്രം കൊടുക്കുന്ന പോലെ എല്ലാവരെയും കർത്താവിനെ അറിയിക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും വലിയ അറിയിപ്പ് എന്താണ്? നിങ്ങൾക്ക് അവൻ പറയണ പോലെ ചെയ്യുകയല്ല ഉടമ്പടി. അവൻ പറഞ്ഞ ഏറ്റവും വലിയ വിഷയം എന്താണ്? നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് മറ്റുള്ളവർ അറിയും. അപ്പൊ പൊതുച്ചോറും കൊടുത്തിട്ട് ഓടിക്കളയരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്തുകൊണ്ടത് കൊടുക്കണമെന്ന് പറയണം. മനസ്സിലായില്ലേ? പത്രം കൊടുത്തിട്ട് പോയി കളയരുത്. അതല്ല വിഷയം. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. കാരണം എന്താണ്? ക്രിസ്തു നമ്മളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നു. അത് വിഷയമാണ്. അത് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസങ്ങൾ ഓർത്തഡോക്സിൽ നിന്നൊരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞു. ഭയങ്കര ഇടിവെട്ട് സാക്ഷ്യമായിരുന്നു. പക്ഷേ എനിക്ക് അവസാനം പറഞ്ഞതാണ് എൻ്റെ ചങ്കക്കൊണ്ടത്. അവർ പറഞ്ഞു, കൃപാസനം ഇല്ലായിരുന്നെങ്കിൽ കുറേ പേര് പട്ടിണി കിടന്ന് മരിച്ചതെന്ന്. അപ്പൊ ഞാൻ ഓർത്തതെന്ന് വെച്ചാൽ ഇവിടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന കുറേ ചേട്ടന്മാരുണ്ടല്ലോ, അല്ലെങ്കിൽ തിരിവിക്കണ ചേട്ടന്മാർ, അവരെക്കുറിച്ചായിരിക്കും ഈ പറയണതെന്ന്. ഈ കൃപാസനം ഈ സ്ഥാപനം ഇല്ലെങ്കിൽ അവരല്ല ഉദ്ദേശിച്ചത്. അവരുദ്ദേശിച്ചത് കേരളത്തിൽ 10,200 അനാഥാലയങ്ങളുണ്ട്. അവിടെയെല്ലാം ഉടമ്പടി എടുത്ത ആൾക്കാർ ക്യൂ ആണ്. അവിടെ വസ്ത്രം കഴുകി കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ആശുപത്രി ക്ലീൻ ചെയ്യാനും നഖം വെട്ടി കൊടുക്കാനും കുളിപ്പിച്ച് കൊടുക്കാനും ആൾക്കാർ ക്യൂ ആണ്. അവർക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം കൊടുക്കുകയും അവിടെ ഇല്ലായ്മയും വല്ലായ്മയും തിരക്കുകയും മരുന്ന് മേടിക്കാൻ കാശുണ്ടാൻ ചോദിക്കുകയും ആ ചീട്ട് വാങ്ങിച്ചിട്ട് മരുന്ന് വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഭയങ്കരമായൊരു സുവിശേഷ വേല ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വന്ന് സാക്ഷ്യം പറയുന്നവർ അവർ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവർ അച്ഛൻ ചോദിക്കും, സിസ്റ്റർ ചോദിക്കും. അപ്പോൾ അവരിതെല്ലാം തുറന്ന് പറയും എന്തൊക്കെയാണ് അവർ ചെയ്യണമെന്ന്. അപ്പോൾ ലോകം മുഴുവനും മനുഷ്യരെ സ്നേഹിക്കുകയാണ്. പക്ഷേ വൺ പോയിന്റ്, നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നത് എന്തിനാണെന്ന് അവർ ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് പറയണം. എന്താ കാര്യം? നമ്മൾ തമ്മിൽ കണ്ടു പരിചയമില്ല, പക്ഷേ നമ്മൾ രണ്ടുപേരെയും കണ്ടു പരിചയമുള്ള ഒരാളുണ്ട്. അയാളുടെ പേരാണ് ക്രിസ്തു. താമസിക്കുന്നത് മറക്കണം. നിങ്ങളുടെ ഏജൻറ്റ് നിങ്ങളെ വഞ്ചിച്ചത് മറക്കണം. നിങ്ങൾ ഓർക്കേണ്ട ഒരാളുണ്ട്. തനിക്ക് വേണ്ടി ജീവൻ വരെ, നമുക്ക് വേണ്ടി ജീവൻ വരെ തരാൻ കഴിവുള്ളവനും ആ തന്ന് സ്നേഹിച്ച ദൈവത്തെ നിങ്ങൾ ഓർക്കണം. എന്തിനാണ് ഓർക്കണത്? അവനെ ഓർക്കുമ്പോഴേ
അവൻ്റെ സ്നേഹത്തിൽ നമ്മൾ വളരും. ഓർമ്മയാണ് സ്നേഹത്തിൽ വളർത്തുന്നത് നമ്മളെ. ഇപ്പം കുർബാന ഒരു ഓർമ്മയല്ലേ? കുർബാന ഓർമ്മയല്ലേ? എന്തിൻ്റെ ഓർമ്മയാണ്? അവൻ്റെ അവസാനത്തുള്ളി ചോര വരെ കുരിശിൽ പരിഹാരമായി നമുക്ക് വേണ്ടി ചിന്തിയതിൻ്റെ ഓർമ്മ. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിന് അന്ത്യത്താഴത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും ദൈവത്തിന് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കമ്മിറ്റ്മെൻറ്റാണ് കുർബാനയിലൂടെ വരണത്. അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അദമ്യമായ അവസാന രൂപമാണ്. അതുകൊണ്ടാണ് നമ്മൾ കുർബാന എന്ന് പറയുമ്പോൾ ഉടനെ മുട്ടേ നിൽക്കും നമ്മളല്ലേ. കുർബാന ഇതെൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യും? മുട്ടേ നിൽക്കും. ആദരവോടെയും ആരാധനയോടെയും നമ്മൾ മുട്ടേ നിൽക്കുമ്പോൾ അത്താറയും മണ്ണ് കിലുങ്ങുകയും ധൂപം ആകാശത്തെ ഉയരുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഘോഷമാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന. ഇങ്ങനെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? അടുത്ത് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ചൂട് കിട്ടും, അകലെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചം കിട്ടും. അപ്പം കിട്ടാതിരിക്കത്തില്ലല്ല, എന്തായാലും കിട്ടാതിരിക്കത്തില്ലല്ല. വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ചാൽ അടുത്ത് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ചൂട് കിട്ടും, അകന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചം കിട്ടും. അപ്പോൾ എന്താ ചൂടായാലും വെളിച്ചമായാലും കിട്ടാണ്ടിരിക്കത്തില്ലല്ല. ഇതുപോലെയാണ് ദൈവം. അതായത് ഈ ഉടമ്പടിയിലൂടെ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചുവെന്ന് കണ്ടാൽ അടയാളങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അടയാളങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉടമ്പടി എടുക്കരുത്. മനസ്സിലായില്ലേ? അതെപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കണം? പൗലോസ് ക്രിസ്തുവിനെക്കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷം, പഠിച്ചതിന് ശേഷം പൗലോസ് പറയുന്ന അവസാന വാക്കുണ്ട്. എന്താണ്? ക്രിസ്തുവിനെക്കുറിച്ച് ഒത്തിരി പറയും. ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞത് പൗലോസാണ്. എന്നിട്ട് അവസാനം പറഞ്ഞു എന്താണ്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഇവിടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്തോസ് 14:1 സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. എന്ന് പറഞ്ഞേ, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ഉടമ്പടിയിലെ ലക്ഷ്യം എന്തായിരിക്കും? അത്രേ ഉള്ളു. ഉടമ്പടിയിൽ എന്താണ്? ജപ്തിയല്ല ലക്ഷ്യം, PR ലക്ഷ്യം, പെൻഷൻ ലക്ഷ്യം, സ്ഥലം വിൽക്കുന്ന ലക്ഷ്യം, കല്യാണമല്ല ലക്ഷ്യം, പിള്ളേരുണ്ടാകണ ലക്ഷ്യം. പിന്നെ എന്താണ് ലക്ഷ്യം? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഇത് നിങ്ങൾ ആ ഫോർമാറ്റിലേക്ക് ഇത് കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഉപവിപ്രവർത്തനങ്ങളെല്ലാം ദൈവസ്നേഹത്തിൻ്റെ പേരിലായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യും. നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണ്? നമ്മളുടെ തിടുക്കമുണ്ട് നമുക്ക്, പക്ഷെ അത് വിഷയബന്ധിയാണ്. തിടുക്കമുണ്ട് നമുക്ക്. എന്താണ്? നമുക്ക് സെപ്റ്റംബർ ഇൻടേക്കിന് പോകാൻ വേണ്ടിയുള്ള തിടുക്കമാണ്. സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിടുക്കമില്ല. വിഷയബന്ധിക്കാർക്ക് തിടുക്കങ്ങൾ സീസണബിളായിട്ട് വരുന്നതാണ്. അതിന് ഉടമ്പടിയോട് ഡയറക്റ്റ് ബന്ധമില്ല. ഞാനീ പറഞ്ഞ റീഫോർമാറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്യം ആരായിരിക്കും? ക്രിസ്തുവായിരിക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പം കാനായിലെ കല്യാണത്തിന് വീട്ടിലുണ്ടായ ഒരു പരുവക്കേട്, നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ എന്താ പറയണത്? പിഞ്ഞി തീർന്നു പോണ് അല്ലേ, അരി തീർന്നു പോണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്? പരുവക്കേടെന്ന് പറയും. ഈ പരുവക്കേടാണ് ശരിക്കും അതിനെ എങ്ങനെ ക്രിസ്തുവിൻ്റെ സാധ്യതകളെ സാക്ഷാത്കരിക്കാനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ദൈവം. നിങ്ങളുടെ പരുവക്കേട് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചായാലും, ഇപ്പോൾ ഭർത്താവ് വെള്ളവടിയാണ്, ഭർത്താവിന് സംശയമാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇല്ലീഗൽ റിലേഷൻസ് ഉണ്ട്, അതൊരു വിഷയമാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു മാന്യത നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അതൊരു പ്രശ്നമാണ്. പക്ഷേ ഇതെല്ലാം എന്താണ്? എന്തിനു വേണ്ടിയുള്ളതാണ്? ഈ വിഷയങ്ങളെല്ലാം ക്രിസ്തുവിനെ അറിഞ്ഞ ആ അറിവിൽ നിങ്ങൾ വളരാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യമായിട്ട് നമ്മൾ ദൈവ പൈതലാണ് നീയെങ്കിൽ നീ അതിനെ അമ്മയെപ്പോലെയാണ്. ആ കാനായിലെ കല്യാണത്തിലെ ചെറിയൊരു പ്രശ്നമാണ് അത്. ക്രിസ്തുവിനെ തിരികെ കയറ്റാനുള്ള, ക്രിസ്തുവിനെ ആവിഷ്കരിക്കാനുള്ള, ക്രിസ്തുവിനെ അറിയിക്കാനുള്ള, അവൻ്റെ വലിമ അറിയിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവനിൽ ജനത്തെ കൊണ്ട് വിശ്വസിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷനായിട്ട് ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ദൈവമല്ല, അമ്മയിലൂടെയാണ് അത് ചെയ്തിരിക്കണതേ ഉള്ളത്. അപ്പം നമ്മുടെ ഓരോ വിഷയത്തിൻ്റെ ഉദ്ദേശം എന്താണ്?
ദൈവത്തെ, ഈ ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിൽ വളരുക എന്നുള്ളതാണ്. ക്രിസ്തു വളരുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ചിലർ പറഞ്ഞു ഞാൻ ഉടമ്പടി മരണം വരെ തുടരുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഉടമ്പടി ബേസിക്കായിട്ട് ക്രിസ്തുവിൽ നിങ്ങളെ വളർത്തുന്ന ദൈവത്തിൻ്റെ ഒരു സ്വർഗീയ പദ്ധതിയാണത്. അത് സത്യസന്ധമായിട്ടാണ്, അത് വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നിങ്ങൾ തന്നെയായിരിക്കും സർട്ടിഫിക്കറ്റ്. എന്താ കാര്യം? നിങ്ങൾ ദൈവത്തെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞു, ടോം വർഗീസ്, അങ്ങനെ പേരുതാ, അങ്കമാലി ഡോക്ടർ ടോണി നെൽസൺ. ഈ ടോണി നെൽസൺ, നാൻസി, അവർ രണ്ടുപേരും ഡോക്ടർമാരാണ്. ഭാര്യ ഇവിടെ എറണാകുളം ജനറൽ ആശുപത്രി ഡോക്ടർ, ഭർത്താവ് നമ്മുടെ ലിറ്റിൽ ഫോർ അങ്കമാലിയിലെ ഡോക്ടറാണ്. പക്ഷേ ഇവർക്ക് 5 കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ 5 കുഞ്ഞുങ്ങൾക്കുണ്ട്, ഒരു 6 കുഞ്ഞുങ്ങളുണ്ട് അവർക്ക്. എല്ലാം പൊടിപ്പൊടി കുഞ്ഞുങ്ങളാണ് ശരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അവരും ചെറുപ്പക്കാരാണ്, അത്ര പ്രായമുള്ളവരല്ലേ, ഒരു 40 വയസ്സിനൊക്കെ താഴെയുള്ള കക്ഷികളാണ്. അവർക്ക് 6 കുഞ്ഞുങ്ങൾ. അവരെല്ലാം കൂടി നല്ല രസമാണ്, നമ്മുടെ വീട്ടിലുണ്ട് അല്ലേ. പക്ഷെ അതല്ലേ എനിക്കത് തോന്നിയതേ. ഡോക്ടർ പറയണേ, എൻ്റെ ഈ 4ാമത്തെ മോനെ അവൻ്റെ കാലിങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. അപ്പം അതിൻ്റെ മെഡിക്കൽ സയൻസിൽ തിരിച്ചു വരാൻ കുറച്ച് പ്രശ്നമുണ്ട്. ഡോക്ടറിനെക്കുറിച്ച് ഏറ്റവും ഇഷ്ടം കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഡോക്ടർ എന്നാ ചെയ്തിരിക്കണേ, 2 ഡോക്ടേഴ്സുമാർ കൂടെ വന്ന് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ഉടമ്പടി ചെയ്തിട്ട് എന്താ ചെയ്യിക്കണേ? ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ ഉടമ്പടി തൈലം എടുത്തിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ആ വളഞ്ഞുപോയ കാലെ പെരട്ടി കൊടുക്കും. ഇപ്പം അടുത്ത് കുറച്ച് നാൾക്ക് തന്നെ അത് 90% നിവർന്ന ആ കാലേ. ആ സാക്ഷ്യം ഞാൻ ഇവിടെ നിന്ന് കേൾക്കായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വളഞ്ഞ കാലിലൂടെ ക്രിസ്തു നമ്മുടെ കുടുംബത്തിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. മനസ്സിലായ? ആ കാല് നേരെ ഇരുന്നെങ്കിൽ ക്രിസ്തുവിന് സാധ്യതയില്ല അവിടെ വരാൻ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സഹനങ്ങൾ ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ്. പിന്നെ അവിടെ ഒരു എളിമപ്പെടലുണ്ട്. ചില ഡോക്ടർമാരാകുമ്പോൾ മെഡിക്കൽ സയൻസാണ് എല്ലാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നടക്കുന്ന ഡോക്ടർമാരും ഉണ്ട്. അത് ഭയങ്കര ഗതികേടാണ് ശരിക്കും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതേ, ഞാൻ അമ്മയെ നേരിട്ട് കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയതേ, എനിക്ക് നിരീശ്വരന്മാരോടൊക്കെ ഭയങ്കര സങ്കടം തോന്നി. അതൊക്കെ എനിക്ക് അവരോടൊക്കെ പുച്ഛമായിരുന്നു. കാരണം അവർക്ക് അതിനൊക്കെയുള്ള കൃപ ദൈവം കൊടുത്തില്ല എന്ന് ഓർത്തിട്ടാണ് അവരുടെ വൈജ്ഞാനിക വങ്കത്വം കൊണ്ടല്ലേ അവർ ദൈവത്തെ തള്ളിപ്പറയണമെന്ന് ഓർത്തിട്ട് എനിക്ക് അവരുടെ പുച്ഛമായിരുന്നു. പക്ഷേ 2004 അമ്മയെ കണ്ടതിന് ശേഷം എനിക്ക് എൻ്റെ ജീവിത രീതിയിലെല്ലാം മാറ്റമുണ്ടായി, ചിന്താരീതി മാറ്റമുണ്ടായി. ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ദൈവത്തെ വിശ്വസിക്കാൻ ഒരു പഴുത് കിട്ടാത്തതാണ്. ദൈവത്തെ കാണാനോ വിശ്വസിക്കാനോ ഒരു പഴുത് കിട്ടാത്തതാണ്. അയ്യോ, ഇങ്ങനെ കുറേ. അതുപോലെ തന്നെ ചില വൈദികരും ഇതുപോലെ അവർ സംസാരിക്കുമ്പോൾ അവർക്ക് പറയും, ഒരു വൈദികൻ ഒരു വാർഷിക ധ്യാനത്തിന് ഞങ്ങളെ ധ്യാനിപ്പിക്കുകയാണ്. അപ്പം ധ്യാനിപ്പിച്ചിരിക്കുന്ന ധ്യാനഗുരു തന്നെ പറയണം ദൈവത്തെ ഒരിക്കലും ആരും കണ്ടിട്ടില്ലെന്ന്. അപ്പം ഞാനുടനെ കൈപൊക്കി നിർത്താൻ പറഞ്ഞു. കാരണം അങ്ങേക്ക് വിവരമില്ല. പക്ഷെ ഞാൻ ദൈവവും അമ്മയെ ഞാൻ നേരിട്ട് കണ്ടയാളാണ്. അപ്പം ഞാൻ അവിടുന്ന് അത് പറയാതെ പോന്നു കഴിഞ്ഞാൽ, ഞാൻ അവിടെ ഇരിക്കുന്ന 10-50 അച്ഛന്മാരുണ്ട്, പിന്നെ ധ്യാനഗുരു ഉണ്ട്. ഇവർ ഈ പറയുന്ന വിഡ്ഢിത്തരം സത്യമാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കും. സാത്താൻ പ്രവർത്തിക്കും. അപ്പം സാത്താൻ്റെ മണം അവിടെ നിൽക്കണ കാരണം ഞാൻ യേശുക്രിസ്തുവിനെ ഏറ്റുപറയാൻ ബാധ്യസ്ഥനാണ് അവിടെ. എന്താ കാര്യം? ഞാനത് കണ്ടിട്ട് സാക്ഷിയാക്കി, ദൈവം എന്നെ സാക്ഷിയാക്കിയതാണ്. അപ്പോൾ തന്നെ വാർഷികദിനത്തിൽ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞ്, അച്ഛൻ പറഞ്ഞത് ശരിയല്ല, ദൈവാനുഭവം സത്യമാണ്, അത് ടാഞ്ചിബിളാണ്, ഞാനാണ് അനുഭവസ്ഥനെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ കണക്കണമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണിയാവും. എന്താ വെച്ചാൽ ഇങ്ങനെ കുറേ വൈജ്ഞാനിക വങ്കത്വം കയറിയിട്ട് ബുദ്ധിയാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുന്ന കുറേ സാഹചര്യങ്ങൾ അക്കാഡമി ലെവലിൽ ചിലരില്ലെങ്കിലും ഉണ്ട്. ഇതൊന്നും ഞാൻ തിരിച്ചെടുക്കാൻ തയ്യാറല്ല. എന്താ കാര്യം? ഞാൻ സഭയിൽ അനുഭവിച്ചിരിക്കുന്ന വിഷയമാണ്. ബുദ്ധിപരമായിട്ട് ദൈവത്തെ കാണാൻ പരിശ്രമിക്കുകയും അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ആധ്യാത്മിക വരൾച്ചയുടെ പേരിൽ ഇവർ ദൈവമാണെന്നും പറഞ്ഞ് വേറെ ദൈവങ്ങളെ അവർ ബുദ്ധിപരമായിട്ട് ഉണ്ടാക്കുന്ന ദൈവങ്ങളെ സൃഷ്ടിക്കുകയും ജനത്തിൻ്റെ അവകാശങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്ന ആധ്യാത്മിക വരൾച്ചയുണ്ട്. അപ്പം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഈ ആളെ ട്രാക്ക് ഔട്ട് ആണെന്ന് മനസ്സിലാകും.
ഇയാളെ ട്രാക്ക് ഔട്ടാണ് മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തിനെതിരെ പറയുന്ന ഒരു കാര്യം കേൾക്കാനോ ബാധ്യസ്ഥരല്ല നമ്മൾ. എപ്പോഴും ഓർത്തേക്കണം. നമ്മൾ ഒരു കർത്താവ് പറഞ്ഞില്ലേ, ഒരു അത്തിവൃക്ഷം നട്ടു, ഒരുത്തന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു, ആ മുന്തിരിത്തോട്ടത്തിൽ കൊണ്ടുവന്നൊരു കാട്ടത്തിവൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പം കാട്ടത്തിവൃക്ഷത്തിന് എന്തുമാത്രം ഫെൻസിങ്ങാണ് ചെയ്തിരിക്കണത്. അതുപോലെ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും വളർത്താനും നമുക്ക് ബാധ്യതയുണ്ട്. വായി നോക്കികളെല്ലാം ടി വി ഇരുന്നിട്ട് കുരക്കണമെല്ലാം കേട്ടിട്ട് അതാണ് സത്യമെന്ന് പറഞ്ഞ് നടക്കരുത്. നമുക്ക് അങ്ങനെയുള്ളപ്പോൾ തന്നെ സാധനം ഓഫ് ചെയ്ത് കളയണം. എന്താ കാര്യം? നമുക്കൊരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ നേടിയെടുത്തതിന് മുറുകെ പിടിച്ചുകൊണ്ട് പോകണം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഫിലിപ്പി 3:16. ഫിലിപ്പി 3:16. എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആവണം നമ്മുടെ പ്രവർത്തനം. ഇത് ഒരു ബാധ്യതയാണ് ആധ്യാത്മികമായ. നമ്മൾ ഓരോ ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴും നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചെന്ന് ഉറപ്പ് വരുത്തണം നമ്മൾ. അല്ലാതെ എന്തെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഒരു വിഷയം തോറ്റെന്ന് പറഞ്ഞാൽ ആ തോറ്റ വിഷയത്തെ ഓർത്തുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ അവലംബം വെക്കാനും വിശ്വാസത്തെ വർദ്ധിക്കാനും കൂടുതൽ പുണ്യങ്ങളിൽ പുരോഗമിക്കാനും കൂടുതൽ സുവിശേഷ സാക്ഷിയാക്കാനും അങ്ങനെ ആ വിഷയം തന്നെ എടുത്തുകൊണ്ട് ക്രിസ്തു വളരാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാത്ത ആൾക്കാർ എടുത്തിരിക്കുന്ന ഉടമ്പടിയല്ല, ഉടായ്പാണ്. എന്താ കാര്യം? അവിടെ കാര്യം കാണാൻ വേണ്ടി അതോ പരിപാടിയൊക്കെ എന്തൊക്കെ എഴുതിയിട്ടിട്ട് ഇവർ വീട്ടിൽ പോയി കുത്തിയിരിക്കുകയാണ്. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? നിൻ്റെ ഓരോ വിഷയത്തിലൂടെയും ദൈവത്തെ നീയും തമ്മിലുള്ള ബന്ധത്തെ വർദ്ധിപ്പിച്ചെടുക്കുക. ദൈവത്തിൻ്റെ ഉദ്ദേശം അതാണ്. നമ്മുടെ ഉദ്ദേശം നമ്മൾ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ നടക്കുക മാത്രമാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം അത് മാത്രമല്ല. എന്താണ്? നമ്മളെ ദൈവത്തിൽ കൂടി വളർത്തുകയും നിത്യതയിൽ കൃപയിൽ സമൃദ്ധമാണ്. ഞാൻ വന്നിരിക്കുന്നത് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 10:10. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അപ്പൊ ഈ കിട്ടിയതല്ല, അത് സമൃദ്ധമാകാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങള് ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതം സ്വച്ഛമായ ഒരു നീർച്ചാല് പോലെ എപ്പോഴും ഉണ്ടാവണം നിർബന്ധമില്ല. ചിലപ്പോഴും ഉണ്ടാവും. പക്ഷെ എന്നാലും ആ ഒരു വിഷയം കഴിയുമ്പോൾ അടുത്തൊരു വിഷയം ഡിസ്റ്റർബൻസ് ആയിട്ട് വരും. ഒരു വിഷയം കഴിയുമ്പോൾ വേറെ ഒരു വിഷയം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ജീവൻ സമൃദ്ധിയിലേക്കുള്ള പ്രയാണങ്ങളിൽ ദൈവത്തിന് ആ അവലംബം വെക്കാനുള്ള അവസരങ്ങൾ ദൈവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അവസരത്തിനത് ഉയരുക എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികമായ ബുദ്ധിയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ചില സമയത്ത് നിലനിൽപ്പിനുള്ള വരം ഉണ്ടല്ലോ. നിലനിൽപ്പിനുള്ള ഉടമ്പടിയിൽ ഇപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഇറിറ്റേഷൻസ് പോയിന്റുകൾ വരും. ചിലപ്പോൾ നമുക്കൊരു അസ്വസ്ഥതയൊക്കെ തോന്നുന്നത് നമ്മൾ ഉടമ്പടിയിലാണെങ്കിൽ ചില സമയത്ത് നമുക്ക് ചില വിഷയങ്ങളൊക്കെ ചില ആൾക്കാരോട് സംസാരിച്ച് ഉടക്കി പിരിഞ്ഞ് ചിലയിടത്ത് ചെന്നപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കണില്ല. അപ്പോൾ ഇറിറ്റേറ്റീവ് പോയിൻറ്റ്സ് ഒത്തിരി ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. നമ്മൾ ചോറിനെ കല്ല് കടിക്കുന്ന പോലെ ഇടയ്ക്കുന്ന ഇറിറ്റേഷൻ പോയിൻ്റ്. ഇതിനെ അതിജീവിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്, നിങ്ങൾ കുർബാന സ്വീകരിക്കുമ്പോഴും കുർബാന സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോഴുമൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ആന്തരിക അഭിഷേകം തരണമെന്ന്. നിങ്ങൾ എന്ത് ചെയ്താലും, ഒരു ദാനധർമ്മം ചെയ്താലും, ഒരു പത്രം കൊടുത്താലും, ഒരു ഓർഫനേജിൽ പോയാലും, മറ്റുള്ളവർക്ക് നന്മ ചെയ്താലും നിങ്ങൾ കർത്താവിനെ പറഞ്ഞു, കർത്താവ് ഈ പ്രവർത്തനങ്ങൾ എനിക്ക് ആന്തരികമായ അഭിഷേകം വർദ്ധിക്കാൻ വേണ്ടി കാഴ്ചവെക്കുന്നു എന്ന് പറയണം. ആന്തരിക അഭിഷേകം. ഈ ആന്തരിക അഭിഷേകം വന്നാൽ ഇറിറ്റേഷൻസ് കുറയും. ഇറിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു ഉൾഭയങ്ങൾ, വിഷമതകൾ, നിരാശകൾ, സങ്കടങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ അത് ആവശ്യമില്ലാത്ത, നമ്മൾ ഉടമ്പടിയിലാണ്, പക്ഷേ നമുക്ക് സങ്കടം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. പുതിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇറിറ്റേഷൻ പുതിയ വരും. ഉടമ്പടി വെക്കണ കാലത്തില്ലാത്ത കാര്യങ്ങൾ പുതുതായിട്ട്. അപ്പോൾ നമ്മൾ ജീവിതം മുന്നോട്ട് പോകില്ലേ, ഓരോ ദിവസവും പുതിയ പുതിയ ദിവസങ്ങൾ വരുമ്പോൾ പുതിയ പുതിയ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാനുള്ള മാർഗം എന്താണ്? ആന്തരിക അഭിഷേകം പ്രാർത്ഥിക്കണം. എന്ത് ചെയ്താലും ആന്തരിക അഭിഷേകം ഉണ്ടാകണം. ഇപ്പം ഞങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ, നമ്മുടെ അലക്സ് അച്ഛൻ, ജോമോള്, പിന്നെ എൻ്റെ ഡ്രൈവർ സൂർബൽ, നമ്മുടെ ജനറൽ മാനേജർ, ഞങ്ങളെല്ലാം കൂടി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ നിലക്കൽ പള്ളിയിൽ പോയി, കാട്ടിൻ്റെ ഉള്ളിൽ.
അപ്പോൾ അവിടെ ഒരു മലങ്കര അസോസിയേഷൻ്റെ ഒരു യോഗ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ അവിടുത്തെ പള്ളിയിലൊക്കെ കുർബാനയൊക്കെ അർപ്പിച്ചു, പ്രൈവറ്റ് മാസ്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ മാതാവിനെ കാണാനില്ല. അപ്പം ഞാൻ അരസ്വത്തിന് മാതാവില്ലല്ലോ ഇവിടെ. എനിക്ക് മാതാവില്ലാത്തത് ഞാൻ പള്ളിയായിട്ട് പോലും അംഗീകരിക്കത്തില്ല. അതൊരു കെട്ടിടം എന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ, കെട്ടിടം, നീണ്ട ഒരു കെട്ടിടം. അപ്പോൾ എന്താ അത് എക്യുമെനിക്കലാണെന്ന് പറഞ്ഞു. എക്യുമെനിക്കൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സഭക്കാരും. അപ്പം ഞാൻ പറഞ്ഞു എല്ലാ സഭക്കാരും കൂടി ഇപ്പോൾ മാതാവ് പോയാന്ന് ചോദിച്ചു. അത് എല്ലാ സഭക്കാരുടെയും കൂടിയാണെന്ന്. അപ്പം ഞാൻ അപ്പം നോക്കിയപ്പോൾ വേറെയും ചില ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. മത്തിയാസൊക്കെ കാണാനില്ല അവിടെ. കർത്താവ് ഇതിൻ്റെ കാലത്ത് തിരഞ്ഞെടുത്ത ആളാണ് മത്തിയാസ്. മത്തിയാസിന് പകരം പൗലോസിനെയാണ് ശിഷ്യന്മാരായിട്ട് വെച്ചിരിക്കുന്നത്. എക്യുമെനിസം കൂടി വരുമ്പോൾ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെ ബലി ചെയ്തുകൊണ്ട് ഒരു എക്യുമെനിസത്തിൻ്റെ സാധ്യത ദൈവം അത് അംഗീകരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. മനുഷ്യർ തമ്മിൽ ഐക്യം ഉണ്ടാക്കുന്നതിനേക്കാൾ വലുത് വിശ്വാസത്തിലെ വ്യക്തത പാലിക്കുന്നതാണ്. അതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ എന്നാലൊരു ആശ്വാസം തോന്നി. എന്താ വെച്ചാൽ കുരിശിൻ്റെ വഴിയൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ കുരിശിൻ്റെ വഴിക്കുള്ള കുഴപ്പമെന്ന് അറിയാം, ഈ മാതാവിനെ വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്കും ഈ കുരിശിൻ്റെ വഴി മാതാവുണ്ടല്ലോ. 4-ാം സ്ഥലത്തും 13-ാം സ്ഥലത്തൊക്കെ മസ്റ്റായിട്ട് ആളുണ്ട്, ആളെല്ലായിടത്തും തന്നെ ഉണ്ട്. അപ്പം അതൊരു ആശ്വാസമായി. ഏതായാലും കുരിശിൻ്റെ വഴി ഉണ്ടല്ലോ ഇതിൻ്റെ അകത്തെന്ന് വിചാരിച്ചപ്പോൾ ഒരു ആശ്വാസമായി. എന്താ കാര്യം, ആളുണ്ട് അവിടെ. കാരണം അങ്ങേരാണല്ലോ ഈ അപ്പോസ്തലന്മാരെല്ലാത്തിനും തോമാശ്രീയാനെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഓരോ സ്ഥലത്തേക്ക് വിട്ടിരുന്നത് ആരാണ്? അമ്മയായിരുന്നു അവിടെ ഇവരുടെ ആസ്തി ഭദ്രതയായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾ. അപ്പം അമ്മയുടെ ഒരു കൂട്ടായ്മയിലാണ് ഈ അപ്പോസ്തലന്മാർ വളർന്ന് വന്നത്. അപ്പം അതുകൊണ്ട് നമ്മളും ആധ്യാത്മികമായിട്ട് വളർന്ന് വരുമ്പോൾ യേശുക്രിസ്തുവിനെ വളർത്തി ലോകത്തിന് കൊടുത്ത ഒരാളിൻ്റെ ആധ്യാത്മികതയേക്കാൾ വലിയൊരു ആധ്യാത്മികത സഭയ്ക്ക് കാഴ്ചവെക്കാനില്ല. അതിൻ്റെ ഏറ്റവും സമ്യക്കായിട്ടുള്ള അതും സമഗ്രമായിട്ടുള്ള രൂപമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. എന്താണ് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ക്രിസ്തു വളരുക. ചിട്ടതാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇതുപോലെ ഇടയ്ക്കുള്ള ആകസ്മികമായ ക്ലേശങ്ങൾ. നിങ്ങൾ മോശമായിട്ടൊന്നുമല്ല. പിശാസ് അങ്ങനെ പറയും, നിങ്ങൾക്ക് കാലക്കേടാണ്, ഗ്രഹപ്പിഴയാണ് എന്നൊക്കെ പറഞ്ഞു തരും, നിങ്ങൾക്ക് ദോഷമാണെന്നൊക്കെ പറയും. അങ്ങനെയല്ല. നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസം അച്ചിട്ടതാണോ? അച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? മുദ്ര. സീൽഡാണോ? ഒപ്പുണ്ട്, പക്ഷെ സീലില്ല. ഒപ്പുണ്ട്. ഇപ്പം അച്ചിട്ടെന്ന് പറഞ്ഞത് എന്താണ്? ഒപ്പിട്ടതെന്ന്, സീൽ ചെയ്തതാണെന്ന്. ഇപ്പം നിങ്ങളുടെ വിശ്വാസം സീൽ ചെയ്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീൽ എവിടെ നിന്ന് കിട്ടണതാണ്? ഇപ്പം കളക്ടർമാർ ഒപ്പിട്ടാലും പറയും നിങ്ങൾ പോയി ക്ലർക്കിനെ കൊണ്ട് സീൽ ചെയ്യിച്ചോളാൻ പറയും. ഏതാണ്? ഓഫീസ് അറിഞ്ഞിട്ടാണ്. ഇത് പേഴ്സണലായിട്ടുള്ള സംഭവമല്ല, ഇത് ഓഫീസ് അറിഞ്ഞിട്ടാണ് ഈ പേപ്പർ ഇഷ്യൂ ചെയ്തിരിക്കുന്നതിനാണ് സീലെന്ന് പറയണത്. അതാണ് നമ്മൾ സീലില്ലെങ്കിൽ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും വില ഉണ്ടാകത്തില്ല. ചിലപ്പോൾ അവിടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒപ്പ് കാണും, പക്ഷേ പഞ്ചായത്തിൻ്റെ സീല് വേണം അവിടെ. എന്താണ്? ഓഫീസ് അറിഞ്ഞിട്ടാണ് ഇത് നിങ്ങൾക്ക് തന്നിരിക്കണതെന്ന്. അതുപോലെ തന്നെ വിശ്വാസത്തിന് അച്ചിട്ട വിശ്വാസങ്ങളുണ്ട്. അച്ചിട്ട വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവവും സ്വർഗവും അറിഞ്ഞിട്ടാണ് ഈ സംഭവം നിങ്ങൾ വിശ്വാസത്തിൽ വളർന്നിരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഉദ്യമങ്ങൾ മാത്രമല്ല, ദൈവത്തിന് നിങ്ങളുടെ വിശ്വാസ വളർച്ചയെക്കുറിച്ച് അറിയാം. അതിനാണ് ഇടയ്ക്ക് ക്ലേശങ്ങൾ വരണത്. പിടിയാ, ഇടയ്ക്ക് ക്ലേശങ്ങൾ വരുവേ. ഇപ്പം നിങ്ങൾ ഓർക്കണം ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാ ക്ലേശവും തീരുമെന്നാൽ മതി. അങ്ങനെയല്ല. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ക്ലേശങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി നമുക്ക് ഉറപ്പ് കിട്ടും ദൈവത്തിൻ്റെ കൂടെ. അതാണ് ഈശോ, അതായത് ദൈവത്തെ കൂടെ പോകുമ്പോൾ ഇവിടെ വരുന്നൊരു വിഷയമെന്ന് പറയണത്, ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയണത്, നമ്മൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നൊരു സാക്ഷ്യം. അയാളൊരു സിംഗപ്പൂർ ജോലി ചെയ്യുന്ന ഭാര്യയും ഭർത്താവും. അപ്പോൾ അവർക്ക് എന്തോ ആ വിഷയം ഞാൻ ശരിക്കും ഓർക്കണില്ല, പക്ഷേ ഭാര്യയുടെ പാസ്പോർട്ട് അവരെ എംബസി പിടിച്ചു വെച്ചു. ആ ക്രിമിനൽ കേസിൽ പാസ്പോർട്ട് പിടിച്ചു വെച്ചു. അത് വിചാരണയായി പിന്നെ അവസാനം ഇവർ അകത്ത് പോണ കണ്ടീഷനായി. ഭാര്യയും ഭർത്താവും അകത്ത് പോണ കണ്ടീഷനായി. അപ്പം അങ്ങനെ വന്നപ്പോൾ ഭർത്താവും ഭാര്യയും പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ കാര്യം? അവർ ഉടമ്പടി എടുത്തിട്ട് അവർ പറഞ്ഞു, നമ്മൾ തമ്മിലിന് ഈ വിഷയത്തിൽ ദൈവം ഇടപെടണ വരെ ശാരീരികമായ ബന്ധമില്ല. പിന്നെ എന്തു ചെയ്യും? നമ്മുടെ ശമ്പളമെല്ലാം നമ്മൾ പാവത്തിങ്ങനെ കൊടുക്കും. നോക്കിയേ, ഉടമ്പടി, അതൊരു ഉടമ്പടിയാണ്. അവർ ഉടമ്പടിയുടെ ഉള്ളിൽ വേറൊരു ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. കവനൻ്റ് വിത്തിൻ കവനൻ്റ്. അവർ കവനൻ്റിലാണ്, പക്ഷെ അവർ വേറൊരു കവനൻ്റ് എടുത്ത്. എന്താണ്?
നമ്മൾ രണ്ടിനകത്തുകൂടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പരാതിന് വഴിയാധാരമാകും. അപ്പോൾ നമ്മൾ ഈ വിഷയം മേജർ പ്രോബ്ലമാണിത്. ഇതിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പണി ചെയ്യാം. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തിനെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കണ്ടേ? അതാണ് വിഷയം. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഓഫീസിൻ്റെ സീല് വേണ്ടേ? ഒപ്പിട്ട് മാത്രം പോരാ, ഓഫീസിൻ്റെ കൺകറൻസ് വേണം. അതുകൊണ്ടത് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തിനെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ വിഷയം സീരിയസ് എടുക്കുന്നു. എന്താണ്? ദൈവം ഈ വിഷയത്തിൽ ഇടപെടുന്നവരെ നമ്മൾ തമ്മിൽ ശാരീരികമായ ബന്ധമില്ല, അബ്സ്റ്റെയിൻ ചെയ്തിരിക്കുന്നു. രണ്ടാമത്തത് എന്താണ്? നമുക്ക് കിട്ടുന്ന ശമ്പളം നമ്മൾ പാവത്തങ്ങൾക്ക് ദൈവത്തിൻ്റെ പേരിൽ കൊടുക്കും. അപ്പോൾ ദൈവത്തെ മനസ്സിലാകും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന്. പിന്നെ എന്താണ്? ആ വിഷയം ദൈവം ഇടപെടും. അതൊക്കെ അപ്പോൾ അവർക്ക് വന്ന ഒരു ഭയങ്കര പ്രശ്നമാണ്. 2 കുഞ്ഞുങ്ങളുണ്ട്. അത് ഇവർ ജയിലിലായ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റത്തില്ല. പക്ഷെ ആ വിഷയത്തെ അവർ കാണുന്നത് എന്താണ്? ഞങ്ങൾ ഇത്രയും കുഞ്ഞുനാൾ മുതൽ പ്രാർത്ഥിച്ചു, കുഞ്ഞുനാൾ മുതൽ ദൈവമെന്ന് വിളിച്ചു, പെരുന്നാൾ നടത്തി, എല്ലാ കാര്യവും കുടുംബ പ്രാർത്ഥന മുടക്കാൻ പോയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചില്ല എന്നല്ല അവർ പറയണത്. അവർ പറഞ്ഞത് എന്താണ്? നമ്മൾ ഇത്രയും വൃത്തിയും മെനയായിട്ട് ജീവിച്ചിട്ട് പോലും നമുക്ക് ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുത്തിട്ട് ഓഫീസ് സീല് വാങ്ങിക്കണം, അച്ചിട്ട് വാങ്ങിക്കണം, സ്വർഗത്തിൻ്റെ സീൽ. ഇപ്പം നമുക്കുള്ള പ്രശ്നത്തെ ഒപ്പ് മാത്രമേ ഉള്ളേ, സീല് മേടിക്കണം. അതാണ് വിഷയം. ഉടമ്പടിയിൽ വൃത്തിയും മെനവായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഓഫീസ് സീല് കിട്ടും. ദൈവത്തിനെ വിശ്വസിക്കണ്ടേ? ദൈവത്തിന് വിശ്വസിക്കണമല്ല നിങ്ങളാ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? നമ്മളിനി ശാരീരിക ബന്ധമില്ല. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം കേട്ടോ, അപ്പീലുണ്ടേ. പിന്നെ എന്താണ്?